ഒരു കരയിൽ നിന്നും നീ ഭൂമിയിലേക്ക് മനുഷ്യർക്കിടയിലും ജിന്നുകൾക്കിടയിലും അഥവാ ഭൂതവർഗങ്ങൾക്കിടയിലും മറ്റിട ജന്തുക്കൾക്കിടയിലും മറ്റ് പറവാദികൾക്കിടയിലും പക്ഷി പറവാദികൾക്കിടയിലും മൃഗാദികൾക്കിടയിലും അല്ലാഹു ഇറക്കിയ കരുണയുണ്ടല്ലോ, അതൊരൊറ്റ കരുണ മാത്രമാണ്, ഒരൊറ്റ കരുണ മാത്രമാ. ബാക്കി 99 കരുണ എവിടെയാ അല്ലാഹു മാറ്റിവെച്ചത്? അത് പറയും മുമ്പ് നിങ്ങളൊന്നറിയണേ, ആ ഒരു കരുണയുടെ പ്രത്യേകത എന്താ? ആ ഒരു കരുണ കൊണ്ട് അല്ലാഹു ഇവിടെ സ്ഥാപിച്ചതെന്താ? ആദം നബി അലൈഹിസ്സലാം മുതലല്ല എങ്കിൽ അതിനു മുമ്പ് അല്ലാഹു ഇവിടെ സംവിധാനിച്ച സൃഷ്ടി ചരാചരങ്ങളുണ്ടല്ലോ, അവർ മുഴുവനും ഒരാൾ വിടാതെ ഫബിഹാ യതഅതഫൂ. അല്ലാഹു ഈ ഭൂമിയിലേക്ക് 99 കരുണ മാറ്റി നിർത്തിയിട്ട് ഒരു കരുണ മാത്രം ഇവിടെ ഇറക്കുമ്പോ ആ ഒരൊറ്റ കരുണയുണ്ടല്ലോ, ആ ഒരൊറ്റ കരുണയെ ബേസ് ചെയ്താണ്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് മനുഷ്യരും ജിന്നുകളും മറ്റു പക്ഷി മൃഗാദികളും ഇവിടെ പറയത്തെ വീടിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന വാപ്പാ തന്റെ പുഞ്ചിരിക്കുന്ന മക്കളുടെ മുഖം കാണാൻ സന്ധ്യാസമയത്ത് കൂലിപ്പണിയും കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോ ആ വാപ്പാന്റെ കയ്യിൽ ഒരു പൊതിയുണ്ടാകുമല്ലോ. ആ പൊതി എന്തിന്റെ പൊതിയാണ്? അതൊരു വാത്സല്യത്തിന്റെ പൊതിയാ. അറിയാഞ്ഞിട്ടല്ല, അല്ലാഹു തആല മാറ്റി വെച്ചിരിക്കുകയാ. വഅഖറല്ലാഹു 99 റഹ്മാ, 99 കരുണയും അല്ലാഹു മാറ്റി വെച്ചിരിക്കുകയാ. എവിടേക്കും അറിയുമോ? യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് മഹ്ശറിന്റെ മണ്ണിൽ ഭയവിഹ്വലരായി നമ്മൾ മുഴുവനും നെട്ടോട്ടമോടുന്നൊരു സാഹചര്യം കടന്നു വരാനുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. സൂര്യനെന്ന് 7 ജാന മുകളിൽ കത്തിയെറിഞ്ഞു നിൽക്കുമ്പോ ചെമ്പിന്റെ തറയില്, ചെമ്പ് പോലുള്ള തറയില് മുട്ടോളം വിയർപ്പിലാ 99 സ്നേഹവും അവന്റെ 99 ലാളനയും മഹ്ശറിന്റെ മണ്ണിലേക്ക് മാറ്റിവെച്ചു. വിശാലത ഇത്രത്തോളമാണെങ്കിൽ നാളെ മഹ്ശറിന്റെ മണ്ണിൽ നമ്മൾ അഭിമുഖീകരിക്കാനിരിക്കുന്ന ആ 99 റഹ്മത്തുണ്ടല്ലോ, ആ 99 കരുണയുണ്ടല്ലോ, അതിന്റെ സ്നേഹം എത്രയാ പ്രിയപ്പെട്ടവരെ, അതിന്റെ പവർ എത്രയാ പ്രിയപ്പെട്ടവരെ, അതിന്റെ വലിപ്പം എത്രയാ പ്രിയപ്പെട്ടവരെ. അമലുകൾ കൊണ്ട് സ്വർഗം കിട്ടാത്തൊരു കാലമല്ലേ മഹ്ശറിന്റെ മണ്ണിനെ കുറിച്ച് നിങ്ങൾ കരുതിയതെന്താ? പടച്ച റബ്ബ് 99 മാറ്റി മഹ്ശറിലേക്ക് വെച്ചതെന്തിനാ? നീ ചെയ്ത നിസ്കാരം കൊണ്ടോ, നീ ചെയ്ത നോമ്പ് കൊണ്ടോ, നീ ചെയ്ത ഹജ്ജ് കൊണ്ടോ, നീ ചെയ്ത ഉംറ കൊണ്ടോ, നീ കൊടുത്ത ദാനധർമ്മങ്ങൾ കൊണ്ടോ, നീ ഓതിയ മൗലിദ് പറയുന്ന സഹാബ, നിങ്ങൾ ചെയ്തു പോയ പ്രവർത്തനങ്ങൾ കൊണ്ട് സംസ്കാരം നിന്നെ സ്വർഗത്തിലേക്ക് നടത്തി. നബി പറഞ്ഞതെന്താ? വലാ അനാ, അതേ സഹാബ, ഞാനും എന്റെ അമൽ കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കില്ല. ഇല്ലാ യതഗമ്മദനി അല്ലാഹു മിൻഹു ബിഫദ്ലി വറഹ്മാ. മുത്ത് റസൂൽ പറയുകയാണ്, അല്ലാഹു അവന്റെ കരുണ കൊണ്ട്, സ്നേഹം കൊണ്ട്, അവന്റെ ഔദാര്യം കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ, ആ ഔദാര്യവും കരുണയും എന്നെ വലയം ചെയ്തിട്ടല്ലാതെ ഞാനും സ്വർഗത്തിലേക്ക് കടക്കില്ല സഹാബാ. പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, നമ്മുടെ കർമ്മങ്ങൾ മുഴുവനും നിഷ്ഫലമാകുന്ന ആ ഭയാനകതയുടെ ലോകമായ മഹ്ശറിന്റെ മണ്ണില് അങ്ങ് വാരി ഒരു പ്രയാസം വരുമ്പോ, ഒരു ദുഃഖം വരുമ്പോ, ഒരു കഷ്ടപ്പാട് വരുമ്പോ പടച്ചവന്റെ ഈ സ്നേഹത്തിനെയും പടച്ചവനെയും മറന്നു പോകുന്നവരായിട്ട് നമ്മൾ മാറുമ്പോ, ഈ സ്നേഹത്തെ മറക്കും. ഒരു പ്രയാസം അഭിമുഖീകരിക്കുമ്പോ ഉത്തരം കിട്ടണമെന്നില്ല. അള്ളാഹുവിന്റെ പ്രണയം പറയുമ്പോ അള്ളാഹു ഇഷ്ടപ്പെട്ട ഞാൻ ചോദിച്ചതൊക്കെ ഇങ്ങ് തരണം എന്ന് വാശി പിടിക്കാൻ പാടില്ല. ചോദിച്ചതെല്ലാം പടച്ച റബ്ബ് നമ്മുടെ കയ്യിൽ തരില്ല. അതൊരു മിഥ്യാധാരണയാണ്, അത് തെറ്റായ ധാരണയാണ്. കാരണം എന്താ? പടച്ച റബ്ബ് അവനറിയാം നീ ആ ചോദിക്കുന്നത് നിനക്ക് ഖൈറാണോ അതല്ല ഷർറാണോ. ഇത് റബ്ബിനറിയും പോലെ നിനക്കറിയില്ല. ഷർറാണ് നീ ചോദിക്കുന്നത് എങ്കിൽ അത് റബ്ബിനറിയും, റബ്ബ് തരില്ല. നീ വിചാരിക്കും പടച്ച റബ്ബ് എന്നെ കൈവിട്ടു, അള്ളാഹ് എന്നെ വേണ്ടാതായി എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്ത് തിരിച്ചു നമ്മൾ ചിന്തിക്കണം, അള്ളാഹു എന്നോളം അറിവെനിക്കില്ല. ഞാൻ ഈ ചോദിച്ചത് എന്റെ വ്യക്തി ജീവിതത്തിൽ, എന്റെ കുടുംബ ജീവിതത്തിൽ ഇത് ഖൈറാണോ ഷർറാണോ എന്നറിയുന്നത് റബ്ബ് മാത്രമാണ്.
അതുകൊണ്ടാണ് നമ്മുടെ ഉസ്താദുമാരൊക്കെ പറയുന്നത് ദുആരക്കുമ്പോ നമ്മൾ റബ്ബേ ഖൈറാണെങ്കിൽ അടുപ്പിച്ചു തരണേ അല്ലാഹ്, ഖൈറാണെങ്കിൽ നടത്തി തരണേ അല്ലാഹ്, ഖൈറാണെങ്കിൽ എത്തിച്ചു തരണേ അല്ലാഹ്. ഇങ്ങനെ ദുആരക്കാൻ നമ്മളെ ഉസ്താദുമാരൊക്കെ പറയുന്നത് ഈ അടിസ്ഥാനത്തിലാ. നമ്മൾ ചോദിക്കുന്നത് ഖൈറോ ശർറോ എന്ന് നമുക്കറിയില്ല. ഏതായിരുന്നാലും മുഅ്മിനീങ്ങളെ, ഈ തരാത്തത്, ചോദിച്ചിട്ടൊക്കെ ഉത്തരം തരാത്തത്, പലപ്പോഴും ചോദിച്ച പലതും കിട്ടിയിട്ടില്ല, അത് നിന്നെ പ്രയാസപ്പെടുത്താനല്ല, അത് നിന്നോടുള്ള ഇഷ്ടക്കേട് കൊണ്ടല്ല, നിന്നോട് സ്നേഹവും വാത്സല്യവും ഇല്ലാത്തത് കൊണ്ടല്ല. ആ ധാരണ വരാൻ പാടില്ല. പകരം അത് തരാത്തത് നിന്നോടുള്ള പ്രണയം കൊണ്ടാണ്, നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് അള്ളാഹു അത് തരാത്തത് എന്ന ഹബീബായ തിരുനബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. നിങ്ങൾക്കറിയുമോ, അള്ളാഹുവിന്റെ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹ് ഇന്നല്ലാഹ ലയഹ്മി അബ്ദഹുൽ മുഅ്മിന മിനദ് ദുനിയാ വഹുവ യുഹിബ്ബു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പടച്ച റബ്ബുണ്ടല്ലോ, അവൻ ലയഹ്മിയ, അല്ലാതെ അവരോടുള്ള വെറുപ്പ് കൊണ്ടല്ല. ഈ അസുഖം മാറണം, അവന്റെ പ്രയാസം മാറണം, ഇതുകൂടി കൊടുത്താൽ പ്രയാസത്തിന്റെ മേൽ അവന്റെ സ്നേഹം കൊണ്ടല്ലയോ. ഇതുപോലെയാണ് പലപ്പോഴും വാർത്ത വീട് നമുക്ക് കിട്ടണമെന്നില്ല, പലപ്പോഴും കാറ് നമുക്ക് കിട്ടണമെന്നില്ല, പലപ്പോഴും ഉന്നതമായ സൗകര്യങ്ങൾ നമുക്ക് കിട്ടണമെന്നില്ല. ഓലമേഞ്ഞ വീട്ടിൽ കിടക്കേണ്ട അവസ്ഥ ഈ ദുനിയാവിൽ നമുക്ക് കടന്നു വരാം. അത് സ്നേഹമാണെന്ന് തിരിച്ചറിവാണ്, അത് അല്ലാഹുവിന്റെ ഇഷ്ടമാണെന്ന് തിരിച്ചറിവാണ്. ആ ഒരു സമയത്ത് ഓലപ്പുരയുടെ ഉള്ളിൽ നീ കിടന്നുറങ്ങുമ്പോൾ നിന്റെ കൽബിലേക്ക് കടന്നു വരേണ്ടത്, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഉപമ, ഒരു ഉദാൽ മതി. അവനെ സിനിമയ്ക്ക് കൊണ്ടുപോവുകയാ, എല്ലാ ഞായറെടുക്കുകയാ, ശേഷം തിയേറ്റർക്ക് ചെയ്യടാന്ന് പറയുന്ന വാപ്പയാ, സിനിമ കാണാൻ തിയേറ്ററിൽ പോകാൻ പാടില്ല എന്ന് വിലക്കിയ വാപ്പയാ, എപ്പോഴും പഠിക്കടാ പഠിക്കടാ പഠിക്കടാ, എളുപ്പാങ്കാലത്ത് 4 മണിക്ക് വിളിച്ചുണർത്തിയിട്ട് പഠിക്കടാ എന്ന് പറയുന്ന വാപ്പയാ. ഈ വാപ്പയെ സംബന്ധിച്ചിടത്തോളം ഈ പൊന്നുമോന്റെ വിചാരം എന്താ? എന്റെ വാപ്പ എത്ര ക്രൂരനാ, അല്ലാഹുവേ, ഇതുപോലൊരു വാപ്പാന് ലോകത്തൊരു മകനും കൊടുക്കല്ലേ അല്ലാ. ഇങ്ങനെ ചിന്തിച്ച ആ ഒരു മകൻ ഇവിടെ ജീവിക്കുന്നത്. എന്നാൽ അതിന്റെ യാഥാർത്ഥ്യം എന്താ? ഇതിൽ ഏത് മകന്റെ ഭാവിയാ, ഇതിലേത് മകന്റെ ഭാവിയാണ് സുരക്ഷിതമാകുന്നത്? പ്രിയപ്പെട്ടവരെ, ഏത് കുട്ടിയാണ് നാളെ ഡോക്ടറായി മാറുന്നത്, എഞ്ചിനീയറായി മാറുന്നത്, വക്കീലായി മാറുന്നത്, സമൂഹത്തിൽ സമുന്നതമായ നിലയും വിലയുമുള്ള വലിയ നേതാവായി മാറുന്നത്? ഇതിലേത് കുഞ്ഞാണ് സ്വതന്ത്ര ജീവിയായി വിലക്കുകളൊന്നുമില്ലാതെ ജീവിച്ചു പോയ, ഹോംവർക്കുകളൊന്നും ചെയ്യേണ്ടാത്ത വിധത്തിൽ ജീവിച്ചു പോയ കുഞ്ഞാണോ? അതല്ല, ഇങ്ങനെ അടിമപ്പെട്ട് ജീവിക്കേണ്ടി വന്ന കുഞ്ഞാണോ? പ്രയാസത്തിലകപ്പെട്ട കുഞ്ഞാണോ? ആരുടെ ഭാവിയാ സുരക്ഷിതമെന്ന് നിങ്ങളൊന്ന് വിലയിരുത്തണേ. ഇവൻ ഡോക്ടറാകുമ്പോ അന്ന് സ്വതന്ത്രനായി കടന്നു വന്ന കുട്ടി പൊരിവെയിലത്ത് പണിയെടുക്കുന്ന കൂലിപ്പണിക്കായി പോകേണ്ട വല്ലാത്ത അവസ്ഥ കടന്നു വരുന്നു. മുഅ്മിനീങ്ങളെ, ഇതുപോലെയാ നമ്മുടെ ഭാവി അറിയുന്നതാരാ? പടച്ച റബ്ബല്ലയോ. നമ്മുടെ നാളെ അറിയുന്നതാരാ? പടച്ച റബ്ബല്ലയോ. ആ അള്ളയാണ് നമുക്ക് തരേണ്ടത് തരുന്നത്. അതിനപ്പുറം നമ്മൾ ചോദിക്കുമ്പോ ഒരു പക്ഷേ പടച്ചവൻ തന്നില്ല എങ്കിൽ, വീണ്ടും ഒരുപാട് പ്രയാസം നമ്മളെ പെടുത്തിയെങ്കിൽ, ഒരുപാട് സങ്കടക്കടലിൽ ആഴ്ത്തിയെങ്കിൽ, ആ നിമിഷത്തിലെല്ലാം നീ തിരിച്ചറിഞ്ഞുകൊള്ളുക, മഹ്ശറ മുതലുള്ള എന്റെ ജീവിതമുണ്ടല്ലോ, ആ ഭാവി ജീവിതമുണ്ടല്ലോ, അത് ഭാസുരമാണ്, അത് മംഗളമാണ്, അത് സുന്ദരമാണ്. അല്ലാഹ് സ്നേഹമുള്ള പിതാവിനേക്കാളും സ്നേഹമാ പടച്ച റബ്ബിന് നമ്മളോട്. പ്രിയപ്പെട്ടവരെ, ആ റബ്ബിന്റെ സ്നേഹമുണ്ടല്ലോ, അത് എത്രത്തോളം കാഠിന്യമുള്ളതാണെന്നറിയുമോ? അതിന്റെ വലിപ്പം എത്രയാ? ആ വലിപ്പത്തിന്റെ കാഠിന്യം എത്രയാണെന്ന് നിങ്ങൾക്കറിയുമോ? വെറുതെ പറഞ്ഞു പോകേണ്ട ഒരു വിഷയമല്ല. അജ്മീർ തങ്ങളുടെ പേരിൽ ഇവിടെ ഇരിക്കുമ്പോ ആ സ്നേഹത്തെ വേണ്ടുവോളം മധു നുകർന്നു വിടുന്ന് കഴിഞ്ഞു പോയ ഒരു മഹാന്റെ പേരിൽ ഇവിടെ വന്നിരിക്കുമ്പോ, പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവര്, ആ പ്രണയത്തിന്റെ കാഠിന്യം എത്രയാ. നീ എങ്ങാനും നിന്റെ ജീവിതത്തിൽ ഒരു കർമ്മം ചെയ്താൽ അള്ളാഹു അത് സ്വീകരിക്കുന്നത് എങ്ങനാ? പടച്ച റബ്ബിന്റെ സ്നേഹവും വാത്സല്യവും തിരിച്ചറിയ ഖുർആൻ പറഞ്ഞുവല്ലോ, നീ ഒരു സൽക്കർമ്മം പടച്ചവന് വേണ്ടിയിട്ട് ഒരു നന്മ നീ അങ്ങ് ചെയ്താൽ അല്ലാഹ് മൻ ജാഅ ബിൽ ഹസന ഫലഹു ഖൈറും മിൻഹാ. ഖുർആൻ പറയുകയാ, നിന്നോടുള്ള സ്നേഹം കൊണ്ട് നീ ഒരു നന്മ ചെയ്താൽ അല്ലാഹു അതിനെ സ്വീകരിക്കുന്നത്, അതിനെ ഏറ്റെടുക്കുന്നത്, അതിനെ വരവേൽക്കുന്നത് എങ്ങനാണെന്ന് നിനക്കറിയോ? മൻ ജാഅ ബിൽ ഹസനതി ഫലഹു ഖൈറും മിൻഹാ വമൻ ജാഅ ബിസ്സയ്യിഅതി ഫലാ യുജ്സല്ലദീന അമിലു السيئات إلا ما كانوا يعملون. അല്ലാഹ് പറയുകയാണ്, മൻ ജാഅ ബിൽ ഹസന, ഒരു നന്മയെങ്ങാനും എൻ്റെ ഉമ്മ നീ ചെയ്തു പോയാൽ ഫലഹു ഖൈറും മിൻഹാ, അതിനേക്കാളും ഖൈറായ പ്രതിഫലമാണ് നിനക്കല്ല തരിക. അതിനേക്കാളും ഖൈറായ നിലയ്ക്കാണ് അല്ലാഹു അതിനെ സ്വീകരിക്കുക. എന്നല്ല, അല്ലാഹു മറ്റൊരായത്തിൽ ഒരൽപ്പം കൂടി വിശദീകരിക്കുകയാ, അല്പം കൂടി വിശാലമായിട്ട് അല്ലാഹ് പറയുകയാണ്. അമലിനെ കുറച്ചുകൂടി വലിപ്പത്തോടെ സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ, അല്ലാഹു അക്രമിക്കുന്നവനല്ലല്ലോ, ഒരണുമണി തൂക്കം പോലും പടച്ച റബ്ബ് അക്രമിക്കുന്നവനല്ലല്ലോ. നിന്റെ ജീവിതത്തിൽ ഒരു നന്മയുണ്ടായാൽ നീ ചെയ്തു പോയതൊരു നന്മയായാൽ അതിനെ അല്ലാഹു ഇരട്ടിപ്പിക്കുകയാണ്. ഒന്ന് നിസ്കരിച്ചാൽ രണ്ട് നിസ്കരിച്ച പോലെ അല്ലാഹ് സ്വീകരിക്കുകയാ. ഒരു നോമ്പെടുത്താൽ രണ്ട് നോമ്പെടുത്തതുപോലെ പടച്ച റബ്ബ് ഏറ്റെടുക്കുകയാ. അതിന് നിനക്ക് തരുന്ന പ്രതിഫലമോ വമ്പിച്ച ഇരട്ടിയായ പ്രതിഫലമാ. ഒന്നാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത് ഫലഹു ഖൈറും മിൻഹാ, അതിനേക്കാളും നന്മയായത്, അതിനേക്കാളും മൂല്യമുള്ളതായിട്ട് അതിനെ സ്വീകരിക്കുന്നതാണ്. രണ്ടാമത് അല്ലാഹു വിശദീകരിച്ചത് അങ്ങനല്ല, കുറച്ചുകൂടി കയറിയിട്ട് പടച്ച റബ്ബ് പറഞ്ഞത് യുദ്ഇഫുഹാ, അതിനെ അല്ലാഹു ഇരട്ടിയാക്കുമെന്നാണ്. അങ്ങനെയാണ് നിന്നിൽ നിന്ന് പടച്ചവൻ അത് ഏറ്റെടുക്കുകയെന്നാ പ്രിയപ്പെട്ടവരെ. എന്നാൽ മൂന്നാമതായത്തിൽ അല്ലാഹു കുറച്ചുകൂടി കയറി പറയുകയാ. അല്ലാഹുവിന്റെ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ കാഠിന്യം ആ ആയത്ത് വിളിച്ചു പറയുന്നു. അല്ലാഹ് നീ നിസ്കരിച്ച് കഴിയുമ്പോ 200 റക്അത്ത് നീ നിസ്കരിച്ചവളാ. 20 റക്അത്ത് നിസ്കരിച്ചാൽ 200ന്റെ പ്രതിഫലമാ. 1 രൂപ കൊടുത്താൽ 10 രൂപയുടെ പ്രതിഫലമാ. 100 രൂപ കൊടുത്താൽ 100 രൂപ 10 തവണ കൊടുത്ത പ്രതിഫലമാ പടച്ച റബ്ബ് നിനക്ക് തരുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് നിന്നോടുള്ള ഇഷ്ടം കൊണ്ട്, നിന്നോടുള്ള വാത്സല്യം കൊണ്ട്, നിന്നോടുള്ള പ്രണയം കൊണ്ട്, നിന്നോടുള്ള ദയ കൊണ്ട് അല്ലാഹു 10 തരുകയാ. ലോകത്തൊരാളും അങ്ങനെ കൊടുക്കില്ലല്ലോ. വൈകുന്നേരം കൊടുക്കേണ്ടിടത്ത് 850 കൊടുക്കാൻ ശ്രമിക്കുന്ന ലോകത്ത് അങ്ങനെയുള്ള മാലോകർക്കിടയിൽ സൃഷ്ടാവായ റബ്ബ് വ്യത്യസ്തനാകുന്നതെങ്ങനാ? നിന്നോടുള്ള ഇഷ്ടമാ. 1ന് 10 എന്ന രൂപത്തിൽ നിനക്ക് ഞാൻ തരുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അവിടം കൊണ്ടും തീരുന്നില്ലല്ലോ. 1ന് 10 എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആൻ അവിടം കൊണ്ട് നിർത്തിയില്ല. ഇങ്ങനെ സ്നേഹിക്കുന്ന റബ്ബിന്റെ കാഠിന്യം കുറച്ചുകൂടി ഞാനൊന്ന് പറയട്ടെയോ പ്രിയപ്പെട്ടവരെ. എന്നാൽ അതേ സമയത്ത് നീ ഒരു തെറ്റു ചെയ്താൽ, ഒരു തിന്മ ചെയ്താൽ
കഴിഞ്ഞാൽ നിന്റെ ആ പാപത്തിനെ പടച്ച റബ്ബ് സ്വീകരിക്കുന്നതെങ്ങനാ? അല്ലാഹു തആല അതിനെ ഏറ്റെടുക്കുന്നതെങ്ങനാ? അല്ലാഹുവിന്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ശ്രദ്ധിച്ചു കേൾക്കണേ, എന്നോടൊപ്പം നിങ്ങൾ സഞ്ചരിക്കണേ. വൈദാ അമിലൽ അബ്ദു സയ്യാ, ഒരു നന്മയ്ക്ക് 10 ഇരട്ടി വരെ തരാമെന്ന് പറഞ്ഞ പടച്ചവന്റെ കാരുണ്യത്തെ കുറിച്ച് മുത്തുനബി പറയുകയാ, നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊരു പിഴവാണെങ്കിൽ, ഒരു തെറ്റാണെങ്കിൽ, ഒരു കുറ്റമാണെങ്കിൽ, ആ സമയത്ത് നീ ആ തെറ്റു ചെയ്യുമ്പോ, ആ കുറ്റം ചെയ്യുമ്പോ ഫാറാദ സാഹിബു ശിമാൽ, നിന്റെ ഇടതുഭാഗത്തിരിക്കുന്ന അതീദ് എന്ന മലക്കുണ്ടല്ലോ, വലതുഭാഗത്ത് നന്മ എഴുതാൻ റഖീബ് എന്ന മലക്കുണ്ടല്ലോ, ഇടതുഭാഗത്ത് അതുപോലെ സഹപ്രവർത്തകനായി അതീദ് എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, റളിയല്ലാഹു അൻഹുമാ അലൈഹിമസ്സലാം. അതീദ് അതിനെ എഴുതാൻ തുടങ്ങുകയാ, നീ ചെയ്തു പോയ തെറ്റിനെ രേഖപ്പെടുത്താൻ മലക്കുകളുടെ ലോകത്തുള്ള അവരുടെ പേനയും അവരുടെ പേപ്പറും എടുക്കുന്നു. മുഅ്മിനീങ്ങളെ, റഖീബ് അതീദിനെ വിസ്മരിച്ച് ജീവിക്കല്ല. നിന്റെ ഓരോ ചലന നിശ്ചലനങ്ങളും രേഖപ്പെടുത്തുന്ന ഈ മലക്കുകളെ യുവതലമുറ മറന്നുപോയോ? യുവതലമുറ വിസ്മരിച്ചു പോയോ? മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതല്ലേ, ആരാടാ റഖീബ് എന്നറിയുമോ? ആരാ പൊന്നുമോനെ അതീദ് എന്നറിയുമോ? മാ യൽഫിദു മിൻ ഖൗലിൻ, നീ ലോകത്തൊരു വാക്കും ഉച്ചരിക്കില്ല. നന്മയുടെ വാക്കാകട്ടെ തിന്മയുടെ വാക്കാകട്ടെ നീ പറയില്ല. നിനക്കൊരു കള്ളം പറയാൻ കഴിയില്ല, ചതിയുടെ വാക്ക് പറയാൻ കഴിയില്ല, കളവിന്റെ വാക്ക് പറയാൻ കഴിയില്ല. ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ആ വാക്കിന്റെ സമക്ഷത്തിൽ റഖീബിന്റെയും അതീദിന്റെയും സാക്ഷിത്വം ഉണ്ടായിട്ടല്ലാതെ ഒരു വാക്ക് ഉരിയാടാൻ നിനക്ക് കഴിയില്ല. ആ റഖീബിനെ അതീദിനെ വിസ്മരിക്കുന്ന കാലമാ. പ്രിയപ്പെട്ടവരെ, ആ മലക്കുണ്ടല്ലോ, ആ മലക്കിനെ നീ കാണുന്നത് മറക്കല്ല. നീ ആ മലക്കിനെ കാണുന്നൊരു നിമിഷം വരാനുണ്ട്. പ്രിയപ്പെട്ടവരെ, നിന്റെ മരണസമയം സമാഗതമാകുമ്പോ, നിന്റെ മരണസമയത്ത് അസ്രായീലിനെ കാണുമ്പോ, ആ സമയത്ത് നീ കാണുന്ന 2 മലക്കുകളാ, റഖീബും അതീദ്. നീ അവരെ കാണുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിന്റെ ഒരായുസിന്റെ കണക്ക് പുസ്തകം തുറന്ന് നിന്റെ മുന്നിലേക്ക് സമർപ്പിക്കാൻ അവർ ഒരു വരവുണ്ട് പൊന്നുമോര്. അവർ നിന്റെ അടുക്കിലേക്ക് അതൊരു സമർപ്പിക്കുന്ന ഒരു സമർപ്പണമുണ്ട്. പ്രിയപ്പെട്ടവരെ, അന്ന് ആ മലക്കുകൾ നിനക്ക് വേണ്ടി മംഗളം നേരുകയാ, നിനക്ക് വേണ്ടി ആശംസ നേരുകയാ. നന്മയുടെ പാന്താവില് സഞ്ചരിച്ച മനുഷ്യ, അല്ലാഹുവിന്റെ നബി പറയുകയാണ്, അന്ന് നിന്റെ മുന്നിൽ വന്നിട്ട് റഖീബുണ്ടല്ലോ, ഈ അതീദുണ്ടല്ലോ, അവര് പറയുകയാണ്, ജസാക്കല്ലാഹു അന്നാ മിൻ ജലീസിന ഖൈറാ. അല്ലാഹുവിന്റെ സമക്ഷത്തിൽ അല്ലാഹു നിനക്ക് നല്ല ഒരു ഇരിപ്പിടം തരട്ടെ, അല്ലാഹു നിനക്ക് നല്ല പ്രതിഫലം തരട്ടെ. നീ ഞങ്ങളെ കൊണ്ടിരുത്തിയത് മിൻ ജലീസിന ഖൈറാ, എത്രയോ നല്ല ഇരിപ്പിടമാ നീ ഞങ്ങൾക്ക് തന്നത് എന്ന് അവർ പറയുന്നൊരു കാലമുണ്ടല്ലോ. റുബ്ബ മജ്ലിസിൻ ഹസനിൻ ഖദ് അജ്ലസ്തനാ. ആ റഖീബ് അതീദ് നിന്നോട് പറയും, പ്രിയപ്പെട്ടവരെ, നിന്റെ നന്മതിന്മകൾ എഴുതിയ മലക്കുകളുണ്ടല്ലോ, നിന്റെ മരണസമയം നിന്നോട് പറയുന്നതാ, പൊന്നുമോനെ, നിനക്ക് അല്ലാഹു പ്രതിഫലം തരട്ടെ. റുബ്ബ മജ്ലിസിൻ ഖദ് അജ്ലസ്തനാ. എത്രയോ നന്മയുടെ സദസ്സുകളിലാ നീ ഞങ്ങളെ കൊണ്ടിരുത്തിയത്, എത്രയോ പ്രഭാഷണത്തിന്റെ വേദികളിലാ എല്ലാവരും ഉറങ്ങിക്കിടക്കവേ ടിവിയുടെ മുന്നിലിരിക്കവേ നീ ഞങ്ങളെ കൊണ്ടിരുത്തിയത്. വകലാമിൻ ഹസനിൻ ഖദ് അസ്മഅതനാ.
എത്രയോ നന്മയുടെ വാക്കുകളാ, എത്രയോ സഭ്യമായ വാക്കുകളാ, എത്രയോ ധർമ്മത്തിന്റെ വാക്കുകളാ നീ ഞങ്ങളെ കേൾപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച വന്നെങ്കിൽ പോലും നീ പടച്ചവനോട് തൗബ ചെയ്തവനാ. ജസാക്കല്ലാഹു അന്നാ മിൻ ജലീസിന ഖൈറാ. നല്ല ഇരിപ്പിടം നീ ഞങ്ങൾക്ക് തന്നതുപോലെ അല്ലാഹു നിന്നെ പരിഗണിക്കട്ടെ. തെമ്മാടിയാണെങ്കിൽ അവര് പറയുന്നൊരു പറച്ചിലുണ്ടല്ലോ, ലാ ജസാക്കല്ലാഹു അന്നാ മിൻ ജലീസിന ഖൈറാ. നിനക്ക് അല്ലാഹു ഒരു പ്രതിഫലവും തരാതിരിക്കട്ടടാ. നീ ഞങ്ങളെ എത്ര മോശമായ സ്ഥലങ്ങളിലാ കൊണ്ടിരുത്തിയത്, എത്രയോ അസഭ്യമായ വാക്കുകളാ ഞങ്ങളെ കേൾപ്പിച്ചത്, എത്രയോ അധർമ്മത്തിന്റെ ധ്വനികളാ നീ ഞങ്ങളെ കേൾപ്പിച്ചത്, എത്രയോ കള്ളങ്ങളാ ഞങ്ങളെ കേൾപ്പിച്ചത്, എത്രയോ സിനിമാ തിയേറ്ററുകളിലാ നീ ഞങ്ങളെ കൊണ്ടിരുത്തിയത്, എത്രയോ കള്ള് ഷാപ്പിന്റെ ഉള്ളറയിലാ നീ ഞങ്ങളെ കൊണ്ടിരുത്തിയത്, എത്രയോ ലോട്ടറികൾക്കാ ഞങ്ങളെ സാക്ഷ്യം വഹിപ്പിച്ചത്, എത്രയോ പലിശപ്പണയങ്ങൾക്കാ നീ ഞങ്ങളെ സാക്ഷിയാക്കിയത്. ലാ ജസാക്കല്ലാഹു അന്നാ മിൻ ജലീസിന ഖൈറാ. അല്ലാഹു നിന്നെ പരിഗണിക്കാതിരിക്കട്ടെ. ഈ മലക്കുകളുണ്ടല്ലോ, ഏത് സമയവും നിന്റെ നിശ്ചലനങ്ങളെ രേഖപ്പെടുത്തുന്ന റഖീബ് അതീദ് അലൈഹിമസ്സലാം. നീ ഒരു തിന്മ ചെയ്ത് കഴിയുമ്പോ അതീദ് പേനയും പേപ്പറും എടുക്കുകയാ, മലായികത്തിന്റെ ലോകത്തുള്ള പേനയും പേപ്പറും എടുക്കുകയാ. എഴുതാൻ ആരംഭിക്കുമ്പോ അല്ലാഹ് ആകാശലോകത്തിൽ നിന്ന് നിർദ്ദേശം വരികയാ, എഴുതല്ലേ അതീത്. എന്റെ പ്രിയപ്പെട്ട ഒരു ദാസൻ ഒരു തെറ്റ് ചെയ്തു പോയെന്നത് ശരിയാണ്, ഈ നിമിഷത്തിൽ അത് നീ എഴുതല്ല. പടച്ചവന്റെ കാരുണ്യം എത്രയാ. ഒരു നന്മ ചെയ്തപ്പോ 10 ഇരട്ടിയായി തന്ന പടച്ചവനുണ്ടല്ലോ, അതേ പടച്ചവൻ നിന്റെ തെറ്റിനെ സ്വീകരിച്ചതെങ്ങനാ പ്രിയപ്പെട്ട ഉമ്മ. ആ അതീതെന്ന മലക്ക് തന്റെ പേനയും പേപ്പറുമായി എത്ര സമയം എഴുതാതെ നിൽക്കുമെന്നറിയുമോ? മുത്തുനബി പറയുന്നു, 6 മണിക്കൂർ സമയം നിന്റെ പാപങ്ങൾ എഴുതുന്നില്ല, ആ തെറ്റ് രേഖപ്പെടുത്തുന്നില്ല. 6 മണിക്കൂർ വരെ അല്ലാഹു നിർത്തുകയാ. എന്തിനു വേണ്ടിയാ? അല്ലാഹു പറയുകയാണ്, അതിനെ നീ ഇരട്ടിപ്പിക്കല്ലേ, ആ തെറ്റിന്റെ ആധിക്യം നീ കൂട്ടല്ലേ. എന്റെ അടിമയ്ക്ക് പറ്റിയ തെറ്റ് മാത്രം അതുപോലെ നീ രേഖപ്പെടുത്തണേ അതീതേ. നന്മയ്ക്ക് 10 ഇരട്ടി തന്ന അല്ലാഹ് തിന്മ ചെയ്യുമ്പോ 6 മണിക്കൂർ കാത്തിരുന്നവനാ. 6 മണിക്കൂറുകൾക്ക് ശേഷം തൗബ ചെയ്തെങ്കിൽ ആ തെറ്റ് രേഖപ്പെടുത്താത്തവനാ. പ്രിയപ്പെട്ടവരെ, 6 മണിക്കൂറുകൾക്ക് ശേഷം തൗബ ചെയ്യാതെ വന്നാൽ ഒരൊറ്റ തെറ്റ് മാത്രമായി രേഖപ്പെടുത്തുന്നു. ഇതല്ലയോ ആർദ്രത, ഇതല്ലയോ കരുണ, ഇതല്ലയോ വാത്സല്യം, ഇതല്ലയോ സ്നേഹമെന്ന് പറയുന്നത്, ഇതല്ലയോ ലാളന എന്ന് പറയുന്നത്. അല്ലാഹ്, നീ ചെയ്ത തെറ്റ് ആഴമോർത്തിട്ടുടനടി നിറയട്ടെ മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. ഇത് കണ്ട് നിന്നോ ദലിവ് റബ്ബിന് തോന്നണ, പടിവാതിലൊടിയാ ദവിടെ നിന്നു നീ കരയണ. പറയേണ്ടതാണവനോട് യാ റഹ്മാനേ, ഒളിവിൽ കഴിഞ്ഞൊരു പുള്ളിയാണിത് കോരേ. പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ, പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഗതിമുട്ടി വന്നവനാണു തെണ്ടാനിന്നു ഞാൻ,
അതുകൊണ്ട് പറയരുതെന്റെ റബ്ബേ പോകുവാൻ. ഗതിമുട്ടി വന്നവനാണ് തെണ്ടാനെന്നു ഞാൻ. അതുകൊണ്ട് പറയരുതെന്റെ റബ്ബേ പോകുവാൻ. തഴവ ഉസ്താദ് പാടിയതാ. അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. പൊട്ടിക്കരഞ്ഞ് നമ്മളെ ഇത്രത്തോളം സ്നേഹിക്കുന്ന റബ്ബിലേക്ക്, ഇത്രത്തോളം നന്നായി നമ്മളോട് പെരുമാറുന്ന പടച്ചവനിലേക്ക് നമ്മൾ ഓടിയെടുക്കാൻ തയ്യാറാകണം. ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഇന്നല്ലാഹ ബിന്നാസി റഹീമുൽ റഊഫ്, ഇന്നല്ലാഹ ബിന്നാസി റഹീമുൽ റഊഫ്. അല്ലാഹു വല്ലാതെ ജനങ്ങളെ കൊണ്ട് കരുണ ചെയ്യുന്നവനാണ്, വല്ലാതെ ദയാവായ്പോടെ പെരുമാറുന്നവനാണ്. നരകം മാത്രമല്ല പടച്ച റബ്ബ് പടച്ചതപ്പുറത്തൊരു സ്വർഗവും അല്ലാഹു തആല പടച്ചു വിട്ടിട്ടുണ്ട് എന്ന ചിന്തയോടെ വേണം അല്ലാഹുവിനെ നമ്മൾ തിരിച്ചു പ്രണയിക്കാൻ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെ പറഞ്ഞത് മുഅ്മിനീങ്ങളെ, അള്ളാഹു പൊതുവായി നമ്മളെ ഇഷ്ടപ്പെടുന്ന അവന്റെ ഇഷ്ടത്തെക്കുറിച്ചാണ്, അവന്റെ സ്നേഹത്തെക്കുറിച്ചാണ്. എന്നാൽ അവന്റെ ആർദ്രത, അവന്റെ കരുണ പ്രത്യേകമായും നമുക്ക് കിട്ടുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അള്ളാഹു പൊതുവായി സ്നേഹിക്കുന്ന സ്നേഹത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. കരുണകൾ 100-ൽ 1 മാത്രം ഇവിടെ ഇറക്കി പ്രപഞ്ചമുണ്ടായ കാലം മുതൽ ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെ ആരൊക്കെ വരാനുണ്ടോ, ഏതൊക്കെ മൃഗങ്ങൾ വരാനുണ്ടോ, ഏതൊക്കെ ഹിംസ്ര ജന്തുക്കൾ വരാനുണ്ടോ, ഒക്കെയും തന്റെ മക്കളോടും ചുറ്റുഭാഗത്തിനോടും കാണിക്കുന്ന കരുണയും ആർദ്രതയും സ്നേഹവും വാത്സല്യവും പടച്ച റബ്ബ് ഒരുക്കി വെച്ച 100-ൽ 1 ഇവിടെ ഇറക്കുമ്പോ ആ 1 കൊണ്ടാണ് ഇത് മുഴുവനും നടന്നു പോകുന്നത് എന്ന് പറയുമ്പോ ബാക്കി 99 നാളെ പിടിച്ച് കരകയറ്റാൻ ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ, ഒരു കൂട്ടർ സ്വർഗ്ഗത്തിലേക്കും ഒരു കൂട്ടർ നരകത്തിലേക്കും വിളിക്കപ്പെടുമ്പോ ഒരുപക്ഷേ നരകമായിരിക്കാം നമ്മുടെ വാസകേന്ദ്രം, നമുക്കറിയില്ല. അല്ലാഹ് കാക്കട്ടെ. അങ്ങോട്ടേ കാണിയെങ്കിൽ ആ റഹ്മത്തിനെ വാരി നമ്മളുടെ മുകളിൽ വിതറി സ്വർഗത്തിന്റെ പടിവാതിലൊന്ന് കടത്തിത്തരാൻ 99നെയും പടച്ച റബ്ബ് മാറ്റി വെച്ചിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അതാണ് ഈ പറഞ്ഞത്. അതിന്റെ തെളിവുകളാണ് നമ്മൾ ഇതുവരെയും സംസാരിച്ചത്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ. എന്റെ ഉമ്മമാർക്കും സഹോദരങ്ങൾക്കും ആമീൻ പറയണ്ടേ? തൗഫീഖ് വേണ്ടേ? സ്വർഗം വേണ്ടേ? ആമീൻ ഉറക്കെ പറയണം. ഇൽമിന്റെ മജ്ലിസിൽ ആമീനുകൾക്ക് എന്നും പ്രസക്തി ഉണ്ടെന്ന. ആമീനും സ്വലാത്തും ഇല്ലാത്ത വാഴില്ല. രാഷ്ട്രീയ വാഴിൽ പോലും സ്വലാത്തും സലാമും പറയണമെന്ന്. രാഷ്ട്രീയ പ്രസംഗത്തിൽ പോലും നമുക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ തർലിയത്ത് പറയണമെന്ന്, സ്വലാത്ത് പറയണമെന്ന്, സലാമ് പറയണമെന്ന്. ഏതോ ആകട്ടെ, ഈ സ്നേഹം പ്രത്യേകമായി നമ്മളിലേക്ക് കിട്ടാൻ അതിന് ചില മാർഗങ്ങളുണ്ട്, ചില വഴികളുണ്ട്. ഇത് പൊതുവായ കാരുണ്യവും സ്നേഹവുമാണെങ്കിൽ ഇതിലേറെ സ്നേഹം അല്ലാഹു നമുക്ക് തരുന്ന ഒരവസ്ഥയുണ്ട്. ഹുബ്ബുൻ അലാ ഹുബ്ബ്, ഇപ്പൊ പറഞ്ഞതൊരു സ്നേഹമാണെങ്കിൽ ഹുബ്ബുൻ അലാ ഹുബ്ബ്, ഹുബ്ബിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു ഹുബ്ബ് പടച്ച റബ്ബ് നമുക്ക് തരുന്നുണ്ട്. പ്രണയത്തിന്റെ മുകളിൽ ചൂടിയ പ്രണയം. നൂറുൻ അലാ നൂർ എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹിനെ കുറിച്ച് പരിചയപ്പെടുത്തിയില്ലേ സഹോദരങ്ങളെ? നൂറുൻ അലാ നൂർ, പ്രകാശത്തിന്റെ മേൽ അവൻ പ്രകാശമാണെന്ന് പറഞ്ഞില്ലേ? എന്നതുപോലെ ഹുബ്ബുൻ അലാ ഹുബ്ബ്, സ്നേഹത്തിന്റെ മേൽ സ്നേഹം. അതെത്ര സ്നേഹമാ, അതെത്ര സ്നേഹമായിരിക്കും എന്റെ പ്രിയപ്പെട്ടവരെ. ഹുബ്ബുൻ അലാ ഹുബ്ബ്, അതാ ഹുബ്ബുൽ കമാൽ, പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന പരിപൂർണമായ നിലയ്ക്കുള്ള പ്രണയം. കമാലിയത്തിന്റെ ഹുബ്ബ്, പരിപൂർണതയുടെ ഹുബ്ബ്. ആ ഹുബ്ബ് കരസ്ഥമാക്കാൻ 2 കാര്യങ്ങൾ അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിൽ എടുത്തുദ്ധരിക്കുന്നുണ്ട്. ആ 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ, ആ 2 കാര്യങ്ങൾ കൃത്യമായി നമ്മൾ നിർവഹിക്കുന്നവരാണ് എങ്കിൽ ഈ പറയപ്പെട്ട സ്നേഹം പോലെയല്ല എന്റെ പ്രിയപ്പെട്ടവരെ, അതിനേക്കാളും വലിയ സ്നേഹത്തിലേക്കാണ് നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അത് 2 കൂട്ടർക്കാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. പ്രത്യേകമായി ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു. ഇവിടെ പറയുന്ന അള്ളാഹുവിന്റെ സ്നേഹം നമ്മളിലേക്ക് ഇറങ്ങുന്ന കരുണ, റഹീമുൽ റഊഫ് എന്ന് പറഞ്ഞ അള്ളാഹു റഊഫത്ത്, അവന്റെ റഹ്മത്ത്, കരുണ, ദയ എന്നതിനെ കുറിക്കുകയാണ് എങ്കിൽ ഹുബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അല്ലാഹു തആല 2 കൂട്ടരെ വിശുദ്ധമായ ഖുർആനിൽ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദ. മനുഷ്യന്മാരെ, യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ. ഒരു മുസ്ലിയാർ അവിടെ ഉണ്ട്, മുസ്ലിയാർ പോകുന്നു. അത് ചൊല്ലി കൊടുത്തിട്ടു, എനിക്ക് വെള്ളം കുടിക്കാനുള്ള ചൊല്ലി കൊടുത്തിട്ടു. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ.
ഹുബ്ബുൻ അലാ ഹുബ്ബ് എന്ന് പറയപ്പെടുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതെന്റെ മാമായ, ഞങ്ങൾ വലിയ ബന്ധമുണ്ട്, മുസ്താമ എൻ്റെ മാമായ, എൻ്റെ വാപ്പാടെ പെങ്ങളെ നിക്കാഹ് ചെയ്തേക്കുന്നത് മൂപ്പരുടെ ജ്യേഷ്ഠന ബഹാർ മുസ്ലിയാർ എന്ന് പറയും. ഏതോ ആകട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഈ വന്നിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു റഹ്മത്തും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ചിലപ്പോൾ എൻ്റെ പരിചയത്തിലുള്ള ഒരുപാട് പേര് അങ്ങ് ദൂരോട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. കണ്ണാടി ഇട്ടിട്ടെങ്കിലും കണ്ണാടി ഉണ്ടെങ്കിലും രാത്രി ഒത്തിരി ലോങ് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മുഖങ്ങൾ തിരിച്ചറിയാൻ പറ്റില്ല. ആരെങ്കിലും ഇനി ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കുക. അത്ര ലോങ് ഇരിക്കുമ്പോൾ എനിക്ക് മുഖം അറിയാൻ കഴിയില്ല. കണ്ണാടി ഉണ്ടെന്നേ ഉള്ളൂ. അക്ഷരമൊക്കെ വായിക്കുക അത്യാവശ്യം. അള്ളാഹു കാഴ്ച സലാമത്തിലാക്കി നിലനിർത്തി തരുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ഏതായിരുന്നാലും അള്ളാഹുവിന് അവരോട് ഹുബ്ബ് തന്നെ, ഹുബ്ബിന്റെ പുറത്ത് ഹുബ്ബ് തന്നെയാണ്. കാരണം റഹ്മത്ത് എന്ന പദം ഉപയോഗിച്ചോ, അല്ലെങ്കിൽ റഅഫത്ത് എന്ന കൃപ എന്ന് പറയുന്ന, ദയ എന്ന് പറയുന്ന പദം ഉപയോഗിച്ചോ അല്ല അള്ളാഹു പറഞ്ഞത്. ഹുബ്ബ് എന്ന് പറയുന്ന പദം എടുത്തു വെച്ചിട്ട് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ രണ്ട് കൂട്ടർ, ആ രണ്ട് കൂട്ടരെ പറഞ്ഞ് നമുക്ക് നമ്മുടെ സദസ്സ് പിരിയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല സവിസ്തരം പ്രഖ്യാപിക്കുകയാണ്, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹിരീൻ. എന്റെ വിഷയത്തിന്റെ പ്രധാന ഭാഗത്തേക്ക് ഞാൻ കടക്കുകയാണ്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹ് പറയുന്നു, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹിരീൻ. അല്ലാഹു വല്ലാതെ ഹുബ്ബ് വെക്കുകയാണ്, അല്ലാഹു വല്ലാതെ ഇഷ്ടപ്പെടുകയാണ്. അത്തവ്വാബീൻ, ഒന്നാമത്തെ കൂട്ടരാരാണ്? ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വന്നുപോയി പടച്ച റബ്ബേ, ആ തെറ്റുകളെ മുഴുവനും മുൻനിർത്തിയിട്ട് അല്ലാഹുവിനോട് പശ്ചാത്താപത്തിന്റെ കണ്ണീരൊഴുക്കിയിട്ട്, കണ്ണീര് ധാരധാരയായി ഒഴുക്കിക്കൊണ്ട് ഖൽബ് പൊട്ടിയിട്ട് പടച്ച റബ്ബിനോട് തൗബ ചെയ്തു മടങ്ങുന്ന, പശ്ചാത്താപത്തോടെ പാതിരാത്രികളെ ജീവിപ്പിക്കുന്ന അല്ലാഹുവിന്റെ അടിമകളുണ്ടല്ലോ. ഈ പറയപ്പെട്ട കരുണ പോലെയല്ല, ഈ പറയപ്പെട്ട ദയ പോലെയല്ല. തെറ്റ് സംഭവിക്കുന്നത് മനുഷ്യ സഹജമാ. എന്നാൽ പശ്ചാത്തപിക്കാൻ കഴിയുക എന്നത് മലക്കിനേക്കാളും ശ്രേഷ്ഠമായ സ്ഥാനമാണ് എൻ്റെ ഉമ്മ. അങ്ങനെ പാതിരാത്രികളെ മുഴുവനും കണ്ണീരൊഴുക്കിയിട്ട് ജീവിതത്തിൽ സംഭവിച്ച ചെറുതും വലുതുമായ രഹസ്യ പരസ്യങ്ങളായി ചെയ്തു കൂട്ടിയ ഓരോന്നോരോന്ന് എണ്ണിപ്പറഞ്ഞ് നീ റബ്ബിനോട് പശ്ചാത്തപിക്കുന്നുവോ? ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ. ഇതിനേക്കാളും വലിയ സ്നേഹം, ഈ പറഞ്ഞതിനേക്കാളും വലിയ പ്രണയം അല്ലാഹു നിന്നെ പ്രണയിക്കുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്കറിയുമോ തൗബ എന്ന് പറഞ്ഞാൽ എന്താ? പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു തിരിച്ചറിവാണ്. ഈ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ ഒരു കാര്യമുണ്ടല്ലോ, ഇത് തെറ്റാണ് എന്ന ബോധമാണ്, ഇത് തെറ്റാണെന്ന തിരിച്ചറിവാണ്. ആ തിരിച്ചറിവിൽ നിന്നുള്ള ഒരു കടന്നുവരവുണ്ടല്ലോ, ആ തിരിച്ചറിവോടുകൂടി വരുന്ന ഒരു കടന്നുവരവ്, ഇനിയൊരു മടക്കമില്ല എന്ന നിശ്ചയദാർഢ്യത്തോടെ, ഇനി ആ തെറ്റിലേക്ക് പോകില്ല എന്ന നിശ്ചയദാർഢ്യത്തോടെ ഒരു കടന്നുവരവുണ്ടല്ലോ. ആ കടന്നുവരവിനാ തൗബ എന്ന് പറയുക. അല്ലാതെ പുറത്തുതാ അല്ലാ മാപ്പാക്ക് പടച്ചവനെ എന്ന് പറഞ്ഞ അതിന്റെ പേര് തൗബ എന്നല്ല. അത് പടച്ചവനെ പറ്റിക്കുന്ന പരിപാടിയാ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആൻ എങ്ങനെ തൗബ ചെയ്യാനാ നമ്മളോട് പറഞ്ഞത്? അല്ലാഹുവിന്റെ കരുണയ്ക്ക് പാത്രീഭൂതരാകുന്ന നിലയ്ക്കുള്ള തൗബ എന്താ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹ് തൗബതൻ നസൂഹാ അസാ റബ്ബുകും അൻ യുകഫിറ അൻകും സയ്യിആതികും വയുദ്ഖിലകും ജന്നാത്ത് തജ്രി മിൻ തഹ്തിഹാൽ അൻഹാർ യൗമ ലാ യുഖ്സില്ലാഹു النبي والذين آمنوا معه نورهم يسعى بين أيديهم وبأيمانهم يقولون ربنا أتمم لنا نورنا
واغفر لنا إنك على كل شيء قدير. ആ തൗബ എങ്ങനാണ്, അതിന്റെ അനന്തര ഫലം എന്താണ്? ഒറ്റ ആയത്തിലൂടെ പടച്ചവന്റെ പ്രിയം പറ്റാൻ വന്നിരിക്കുന്ന ഉമ്മ നീ പഠിച്ചുകൊള്ളുക. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, തൂബൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നീ തൗബ ചെയ്ത് മടങ്ങണേ, പശ്ചാത്തപിച്ച് മടങ്ങണേ, പശ്ചാത്താപത്തിന്റെ കണ്ണീരൊഴുക്കണേ. തൗബതൻ നസൂഹാ, ആ പശ്ചാത്താപത്തിന്റെ പ്രത്യേകത എന്താണ്? നസൂഹാ, അത് നിഷ്കളങ്കമാണ്, പരിശുദ്ധമാണ്, കളങ്കമില്ലാത്തതാണ്. ആ നിലയ്ക്ക് കളങ്കമില്ലാത്ത തൗബ അല്ലാഹുവിന്റെ മുന്നിൽ നീ കാഴ്ചവെക്കണേ. പ്രിയപ്പെട്ടവരെ, ആ നിലയ്ക്കെങ്ങാനും നിന്റെ ജീവിതത്തിൽ തൗബയുണ്ടായാൽ അല്ലാഹു തആല പറയുകയാ, അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും, നിന്റെ എല്ലാ പാപങ്ങളും പടച്ച റബ്ബങ്ങ് മായ്ച്ചു കളയുകയാ. എന്ന് മാത്രമല്ല, വയുദ്ഖിലകും ജന്നാത്ത്, സ്വർഗ്ഗത്തിലേക്ക് നിന്നെ കടത്തിവിടുകയാ. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, കാട്ടരുവികൾ ഒഴുകി ഒഴുകി കളകളം പാടി ഒഴുകി പോകുന്ന സുന്ദരമായ സ്വർഗീയ വീടുണ്ടല്ലോ, അവിടേക്ക് അവൻ നിന്നെ കടത്തി തരികയാ. യൗമ ലാ യുഖ്സില്ലാഹു നബിയ വല്ലദീന ആമനൂ മഅഹു, അള്ളാന്റെ നബിയെയും അള്ളാന്റെ നബിയോട് തോള് ചേർന്ന് അള്ളാന്റെ നബിയുടെ എല്ലാ പാതേയങ്ങളും പിൻപറ്റിയവരെയും അപമാനിക്കാത്ത ഒരു ദിവസമുണ്ടല്ലോ, അള്ളാഹു ചേർത്ത് പിടിക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. അന്ന് കളകളം പാടി ഒഴുകുന്ന അരുവികൾ ഉള്ള സ്വർഗത്തിന്റെ വാതായനം നിനക്കല്ല തുറന്നു തരുന്നു. നൂറുഹും യസ്ആ ബൈന ഐദീഹിം, നമ്മളാരും ഔലിയാക്കളല്ല, നമ്മളാരും അബ്ദാലിങ്ങളല്ല, അഖ്താബിങ്ങളല്ല, അഖിയാഹിങ്ങളല്ല, സ്വഹാബിമാരല്ല, പ്രവാചകന്മാരല്ല. എന്നിട്ട് കൂടി അല്ലാഹ് പറയുകയാ, തൗബതൻ നസൂഹാ, നിഷ്കളങ്കമായ പശ്ചാത്താപം കടന്നു വന്നോ. അന്നേ ദിവസമുണ്ടല്ലോ, നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം, അവരുടെ മുന്നിലൂടെയും അവരുടെ പിന്നിലൂടെയും വലിയ പ്രകാശം, അവരുടെ ഈമാനിന്റെ പ്രകാശം അവരെ ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ. ഇങ്ങനെ പ്രഭ വലയം ചെയ്യുന്നൊരു സമൂഹമുണ്ടല്ലോ, സ്വർഗത്തിലേക്ക് കൈപിടിക്കപ്പെട്ടൊരു സമൂഹമുണ്ടല്ലോ. അവരെ ചെയ്തതെന്താ? തൗബതൻ നസൂഹാ, നിഷ്കളങ്കമായ തൗബ അവരുടെ ഖൽബിൽ ഉത്ഭവിച്ചു പോയി. ആ സമയത്താണ് ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ, ആ തൗബ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമായി. ആ തൗബയുടെ ഉടമയെയും പടച്ച റബ്ബിന് വല്ലാത്ത ഇഷ്ടമായി മാറുന്നു. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹിരീൻ. ഇതൊക്കെ കൊണ്ട് അല്ലാഹു തആല പൊതിഞ്ഞ് സ്വർഗ്ഗത്തിലേക്ക് കടത്തി തരുമ്പോ ഒരൊറ്റ തൗബയാണ് അതിന്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ചത് എന്ന് വിശുദ്ധമായ ഖുർആൻ. അതിന് തൗബത്തുൻ നസൂഹ ഉണ്ടായാൽ മതി എന്ന് വിശുദ്ധ ഖുർആൻ. നസൂഹ എന്ന അറബി പദത്തിന്റെ അർത്ഥം എന്താ? നസൂഹ എന്ന് പറഞ്ഞാൽ നസുവഹ എന്ന് പറഞ്ഞാൽ അതിന്റെ മാന എന്താ? നസുവഹ എന്ന അറബി പദം ഒരു വസ്തുവിന്റെ പരിശുദ്ധത കുറിക്കാൻ ഉപയോഗിക്കുന്ന അറബി പദമാണ് നസുവഹ എന്ന പദം. അഥവാ കടഞ്ഞെടുത്ത എല്ലാ മാലിന്യങ്ങളിൽ നിന്നും എല്ലാ അഴുക്കുകളിൽ നിന്നും അല്ലാഹു കടഞ്ഞെടുത്ത് അല്ലെങ്കിൽ കടഞ്ഞെടുക്കപ്പെടുന്ന പരിശുദ്ധമായ ഒരു വസ്തുവിനാണ് നസ്വഹ എന്ന് പറയുന്നത്. ആ അവസ്ഥയെ സൂചിപ്പിക്കാനാണ് അറബി ഭാഷയിൽ നസ്വഹ എന്ന് പറയുന്ന പദം സാധാരണ ഉപയോഗിക്കാറുള്ളത്. ശുദ്ധമായ തേന്, എല്ലാ കലർപ്പുകളിൽ നിന്നും കടഞ്ഞെടുത്ത ശുദ്ധമായ തേനുണ്ടല്ലോ, ആ തേനിന് എൻ്റെ പ്രിയപ്പെട്ടവരെ അറബിയിൽ പറയുന്നത് അസ്ലൻ നസൂഹ എന്നാണ്, അസ്ൽ നാസിഹ എന്നാണ്. അസ്ൽ നാസിഹ കടഞ്ഞെടുത്ത ശുദ്ധമായ തേൻ, അതിനാണ് നസുവഹ എന്ന പദം പ്രയോഗിക്കുക. ആ പ്രയോഗം എടുത്തിട്ടാണ് അള്ളാഹു ഇത് പറയുന്നത്. അപ്പം നസുവഹ എന്നാൽ എന്താണ് അതിന്റെ പൂർണ്ണമായ അർത്ഥം? ചുരത്തപ്പെട്ട പാലുണ്ടല്ലോ,
ചുരത്തപ്പെട്ട പാല്, അകിടിൽ നിന്ന് കറക്കിയെടുത്ത പാല്, അത് എല്ലാ മാലിന്യങ്ങളിൽ നിന്നും മുക്തമായിട്ട് അത് പൂർണ്ണമായി നല്ല അവസ്ഥയിൽ പാത്രത്തിലേക്ക് ചുരത്തപ്പെടുമ്പോ അത് ശുദ്ധമായ പാലാണ്. ആ പാല് തിരികെ അകിടിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ലാത്തതുപോലെ ആ തെറ്റിലേക്ക് മടങ്ങാൻ പാടില്ല. വിഷയം മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ചുരത്തപ്പെട്ട പാല് അകിടിലേക്ക് തിരിച്ച് പ്രവേശിക്കൽ അസംഭവ്യമാണ്. അത് തിരിച്ച് പ്രവേശിക്കാൻ പാടില്ല. ആ പാടില്ല എന്ന് പറയുന്ന അതേ അവസ്ഥയാണ് തൗബത്തൻ നസൂഹ. തെറ്റുണ്ടായി, ഇനി അതിലേക്കൊരു മടക്കമുണ്ടാകാൻ പാടില്ല. ചുരത്തപ്പെട്ട പാല് തിരിച്ച് പ്രവേശിക്കാത്തതുപോലെ ഒരു കാരണവശാലും മടങ്ങാൻ പാടില്ല. ഈ നിലയ്ക്കാണ് നസ്വഹ എന്ന് പറയുന്ന പദം നസൂഹ, തൗബത്തൻ നസൂഹ. തൗബത്തൻ നസൂഹ എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ വിവക്ഷ എന്റെ മുഅ്മിനീങ്ങളെ. അപ്പൊ കളങ്കം വരാൻ പാടില്ല. കളങ്കം വരാത്ത രൂപത്തിൽ പടച്ചോനെ പറ്റിക്കാൻ നോക്കരുത്. തെറ്റുണ്ടായിട്ട് അസ്തഗ്ഫിറുല്ലാഹ്, ഖൽബറിയാതൊരു അസ്തഗ്ഫിറുല്ലാഹ്, അതിനിവിടെ പ്രസക്തിയില്ല. കൽബറിയാത്ത ഇസ്തിഗ്ഫാറിനോ കൽബറിയാത്ത തൗബയ്ക്കോ എന്ത് പ്രസക്തിയാ ഉള്ളത്? മുസ്ലിയാർ ഇങ്ങനെ ദുആരക്കും പടച്ചോനെ അതുതാ ഇതുതാ പാപം പൊറുക്കണേ അല്ലാഹ്, ഇങ്ങനെ നമ്മളെ ഇരിക്കുന്ന ഇങ്ങനെ അല്ലാഹ് ഇങ്ങനെ നമുക്ക് വയ്യ. നമുക്ക് നമ്മളിങ്ങനെ ഇരിക്കുക, നമ്മൾ കൈ ഇങ്ങനെ ഇരിക്കും, നെഞ്ചത്തിരിക്കും, വയറ്റത്തിരിക്കും, കൈ പറകി കെട്ടി തൂങ്ങിയിരുന്നുറങ്ങും, ചമ്രം പടിഞ്ഞിരിക്കും, എന്തെല്ലാം അവസ്ഥയിലായിരിക്കുന്നത്. ഇത് തൗബയാണ്. തൗബ ചോദിക്കുമ്പോൾ എങ്ങനെ ചോദിക്കണം മുഅ്മിനീങ്ങളെ? നമ്മൾ സാധാരണ വഅലുകളിലൊക്കെ ഉസ്താദന്മാരിച്ച് നീട്ടി ദ്വാരക്കുന്ന കേട്ടിട്ട് ദ്വാന്റെ കോലം അതാന്ന് കരുതി പാതിരാത്രി എഴുന്നേറ്റിരുന്ന് അങ്ങനെ ദ്വാരന്ന് ശീലിക്കാൻ പാടില്ല. നമ്മൾ മനസ്സറിഞ്ഞ് റബ്ബിന്റെ മുന്നിൽ സമർപ്പിക്കണം. പടച്ചോനെ അത് താ അല്ലാഹ്, റബ്ബേ എന്നെ സഹായിക്കണേ റബ്ബേ, നീ അല്ലാതെ വേറെ ആരാ പടച്ചോനെ എനിക്ക്? എങ്ങനെയാ ചോദിക്കേണ്ടത്? റബ്ബിനോട് ചോദിക്കാന്ന് പറഞ്ഞാൽ റബ്ബ് മുന്നിലുണ്ടെങ്കിൽ നീ എങ്ങനെ ചോദിക്കും? പടച്ചറപ്പ് മുന്നിലുണ്ടെങ്കിൽ നീ എങ്ങനെ ചോദിക്കുക? തരണേ പടച്ചോനെ, നാളെ എനിക്ക് ഇന്ന ഒരു അത്യാവശ്യക്കാരുണ്ട്, അത് എങ്ങനെയല്ലോ നടത്തി തരണേ. ഇതാണ് ദുആ. ഇതുപോലെ പടച്ചോനെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിപ്പോ റബ്ബേ, അതും പൊരുത്തപ്പെടണേ തമ്പുരാനെ, ഞാൻ അറിഞ്ഞില്ല, അറിയാതെ പറ്റിപ്പോയാ, നീ പൊരുത്തപ്പെടണേ അവിടെ, ക്ഷമിക്കണേ തമ്പുരാനെ, ആഖിറത്തിലേക്ക് പിടിച്ചു വെക്കാനുള്ള ഇനി ചെയ്യില്ല പടച്ചോനെ, ഉറപ്പായിട്ടും ചെയ്യില്ല അല്ലാഹ്. ഇങ്ങനെ മാന്യമായി നല്ല നിലയ്ക്ക് നല്ല രൂപത്തിൽ വിനയത്തോടെ ഭവ്യതയോടെ പടച്ചറബിന്റെ മുന്നിൽ പറയുന്നതിനാണ് തൗബ എന്ന് പറയുന്നത്. അതിനി ഒരാൾ കൽബിൽ അയാൾക്ക് ചിന്ത മുറിയുന്നില്ല, നീട്ടി പറഞ്ഞോട്ടെ കുഴപ്പമില്ല, കുറുക്കി പറഞ്ഞോട്ടെ കുഴപ്പമില്ല, പ്രഭാഷണത്തിനിടയിൽ പറഞ്ഞോട്ടെ ഒരു കുഴപ്പമില്ല. പക്ഷേ ചിന്ത ഇങ്ങനെ പറയുമ്പോൾ ഏത് ചിന്തയാണോ ആ ചിന്തയോടെ വേണം അള്ളാഹുവിനോട് തൗബ കൊണ്ട് നമ്മൾ സമീപിക്കാൻ. മുഅ്മിനീങ്ങളെ അല്ലാത്ത പക്ഷം തൗബ കൊണ്ട് പടച്ചവനെ പറ്റിക്കാൻ നോക്കിയ തൗബാന്റെ പേരിൽ കുറെ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിർ, എന്തോ അസ്തഗ്ഫിറുല്ലാഹ്, നമ്മളിങ്ങനെ തസ്ബീഹ് എടുത്ത് വെച്ചിട്ട് മഗ്രിബിനും ഇശായ്ക്കും തൊട്ടതിനും പിടിച്ചതിനൊക്കെ അസ്തഗ്ഫിറുല്ലാഹ്, പക്ഷേ കൽബിൽ അസ്തഗ്ഫിറുല്ലാഹ് ഇല്ല. മുമ്പിൽ സീരിയൽ ആ പാരിജാതം കടന്നോട്, ആ സമയത്ത് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, എന്തായി അവൻ പോയ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ആ അസ്തഗ്ഫിറുല്ലാഹ്ക്ക് ഇവിടെ പ്രസക്തിയില്ല മുഅ്മിനീങ്ങളെ. അങ്ങനെ പറ്റിക്കാൻ നോക്കിയാൽ ആ ഇസ്തിഗ്ഫാറുകാരെ കുറിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതെന്താ? അങ്ങനെ തൗബ ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്ന ജനതകൾ ഉലൈക അഅ്തദിനാ ലഹും അദാബൻ അലീമാ, വേദനാജനകമായ വല്ലാത്ത പിടിമുറുക്കുന്ന ഒരു ശിക്ഷ അവർക്കുണ്ട് എന്ന് ഖുർആൻ തന്നെ ആ തൗബക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. മനസ്സറിയാതെ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, ഇസ്ലാമിൽ അതിനൊരു പ്രസക്തിയില്ല എന്റെ പ്രിയപ്പെട്ടവരെ. പിന്നെങ്ങനാ നമ്മൾ ദുആരക്കേണ്ടത്? പിന്നെങ്ങനാ ആദം നബിക്ക് അറിയാതെ ഒരു അബദ്ധം സംഭവിക്കുമ്പോ ആദം അലൈഹിസ്സലാം ദുആരെന്നതുപോലെ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആരെന്നതുപോലെ മനസ്സറിഞ്ഞ് പടച്ചവനെ വിളിച്ചിട്ട് ചുറ്റുമുള്ളതിനെ മറന്നിട്ട് ചെയ്തു പോയ തെറ്റു മാത്രം ഖൽബിൽ കൊണ്ടുവന്നിട്ട് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം അവിടുന്ന് ദുആരെന്നത് എങ്ങനാ? റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. യൂനുസ് നബി അലൈഹിസ്സലാം ദുആരെന്ന പ്രാർത്ഥന വിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചുവല്ലോ. അതുപോലെ എത്രയെത്ര ദുആകളാ അല്ലാഹു തആല പഠിപ്പിച്ചത്. മുഅ്മിനീങ്ങളെ, ഈ രൂപത്തിൽ നിഷ്കളങ്കമായിട്ട് ദുആ ചെയ്താൽ യൂനുസ് നബി ചെയ്ത പോലെ, ആദം നബി ചെയ്ത പോലെ, മറ്റ് പ്രവാചകന്മാർ പടച്ചവനോട് പശ്ചാത്തപിച്ചതുപോലെ തെറ്റിന്റെ മുകളിൽ തെറ്റിലായിട്ട് അന്തിറങ്ങുന്ന ഞാനും നിങ്ങളും റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. മനസ്സറിഞ്ഞ് പറയുമ്പോ ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ, അല്ലാഹു
അല്ലാഹു തആല നിന്നെ ഹുബ്ബ് വെക്കുകയാ, അല്ലാഹു അല്ലാതെ നിന്നെ ഇഷ്ടപ്പെടുകയാ. മുഅ്മിനീങ്ങളെ എന്ന് മാത്രമല്ല, നിങ്ങൾക്കറിയുമോ തൗബ ചെയ്യേണ്ട രൂപത്തിൽ ഒരു മനുഷ്യന് തൗബ ചെയ്താൽ സർവ്വതിനും പരിഹാരമായിട്ട് അവനിക്ക് ആ തൗബ തന്നെ മതിയെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. നിങ്ങൾക്കറിയുമോ മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം, സൂറത്ത് ഹൂദ് എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ അല്ലാഹ് പറഞ്ഞുവല്ലോ. മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് സർവ്വതിനും പരിഹാരമായിട്ട് പറഞ്ഞതെന്താ? സർവ്വതിനും പരിഹാരമായിട്ട് പറഞ്ഞ കാര്യമെന്താ? ഹൂദ് നബി പറഞ്ഞത് വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാ, വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും ثم توبوا ഇലൈഹി. തൗബ കൊണ്ട് നിങ്ങൾ ജീവിതത്തെ ധന്യമാക്കണേ. ഇസ്തഗ്ഫിറൂ റബ്ബക്കും, ആദ്യം നിങ്ങൾ പടച്ചവനോട് പൊറുക്കൽ തേടണേ. ثم توبوا ഇലൈഹി, ആ പൊറുക്കൽ തേടിയതിനു ശേഷം ثم توبوا ഇലൈഹി, എന്നിട്ട് നിങ്ങൾ അവനിലേക്ക് തൗബ കൊണ്ട് പശ്ചാത്താപം കൊണ്ടെടുക്കണേ. ഹൂദ് നബി പറയുകയാ, അങ്ങനെ പശ്ചാത്താപം ചെയ്താൽ അതിന്റെ പ്രത്യേകത എന്താ? അതുകൊണ്ട് നിനക്കുണ്ടാകുന്ന നേട്ടം എന്താ? മുഅ്മിനീങ്ങളെ ശ്രദ്ധിച്ചു കേട്ടോ, ഇന്ത്യൻ മുസ്ലിമീങ്ങളെ പഠിച്ചു വെക്കേണ്ട ഒരു പാഠമാ. ഹൂദ് നബി അലൈഹിസ്സലാം പറയുകയാ, വയസിദുകും ഖുവാ, തൗബ ചെയ്യേണ്ട പോലെ ഒരു മനുഷ്യന് തൗബ ചെയ്താൽ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ. അല്ലാഹ് ആകാശ ലോകത്തിന്റെ റഹ്മത്തായ മഴയുണ്ടല്ലോ, അത് കിട്ടേണ്ട അളവിലും തോതിലും നിന്റെ വീടിന്റെ മുന്നിൽ വന്നിറങ്ങുന്നതാ. നിന്റെ പ്രദേശത്ത് കിട്ടേണ്ട മഴ കിട്ടുന്നതാ. തൗബ ചെയ്യാൻ തയ്യാറാണോ? ആകാശ ലോകത്തിന്റെ കവാടങ്ങള് നിന്നിലേക്ക് തുറക്കപ്പെടുമെന്ന് ഹൂദ് നബി അലൈഹിസ്സലാം തീർത്തിയില്ല, അവിടം കൊണ്ട് പറഞ്ഞു നിർത്തിയില്ല. ഈമാൻ കൊണ്ട് വല്ലാത്തൊരു ശക്തി നിങ്ങൾക്കുണ്ടല്ലോ, ഒരു വല്ലാത്ത ശക്തി നിങ്ങൾക്കുണ്ടല്ലോ, ഒരു ദൃഢതയുണ്ടല്ലോ. ആ ശക്തിയുടെ മേല് ശക്തിയായി അല്ലാഹു നിങ്ങളെ ഇവിടെ ഇറക്കുന്നതാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ അജ്മീർ തെക്കാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വാദിന് വന്നിരുന്ന ഓരോരുത്തരോടും പറയുകയാ, ഇന്ത്യൻ മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സമയങ്ങൾ കടന്നു പോകുന്ന നിമിഷങ്ങൾ വല്ലാതെ പ്രാധാന്യം അർഹിക്കുന്ന നിമിഷങ്ങളാ. ഓരോ കുഗ്രാമങ്ങളിലും ചർച്ച ചെയ്യപ്പെടേണ്ട വലിയ വലിയ സംഭവ വികാസങ്ങള് നമ്മുടെ രാജ്യത്ത് അരങ്ങ് തകർക്കുകയാ. ഖുർആൻ പറയുന്ന തൗബ ചെയ്തോ, തൗബ ചെയ്തോ. വയസിദുകും ഖുവതന ഇലാ ഖുവതികും, ഈമാൻ കൊണ്ട് നിനക്കുണ്ടായ ഒരു ശക്തിയുണ്ടല്ലോ, ആ ശക്തിയുടെ കൂട്ടത്തിൽ ഒരു ശക്തിയോടെ അല്ലാഹു കൂട്ടിച്ചേർത്ത് തരുന്നതാ. അഥവാ പവർഫുള്ളായ ഒരു മനുഷ്യനായി, ഇസ്സത്തിനെ പണയം വെക്കാത്ത മനുഷ്യനായി, ഇസ്സത്തോടെ പ്രതാപത്തോടെ തന്റെ ഇടത്തോടെ നട്ടെല്ല് വിരിച്ച് സമൂഹത്തിൽ ഇറങ്ങാൻ വല്ലാത്ത ശേഷി നിന്റെ പടച്ചറപ്പ് നീ ചെയ്യുന്ന പശ്ചാത്താപം കൊണ്ട് തരുന്നതാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. മുഅ്മിനീങ്ങളെ, പള്ളികൾ പൊളിക്കപ്പെടുകയാ, പള്ളികൾ പൊളിച്ച് മറ്റ് ആരാധനാലയങ്ങൾ പണിയുകയാ. ലോകത്ത് എവിടെ കുഴിച്ചാലും, എങ്ങനെ കുഴിച്ചാലും, എപ്പോൾ കുഴിച്ചാലും, നൂറ്റാണ്ടുകളായ മനുഷ്യന്മാര് കഴിയുന്ന ഭൂമിയിൽ നിന്റെ വീട് കുഴിച്ചാലും, പള്ളി കുഴിച്ചാലും, ചർച്ച് കുഴിച്ചാലും, അമ്പലം കുഴിച്ചാലും, ഓഡിറ്റോറിയം കുഴിച്ചാലും അടിയിൽ നിന്നെന്താ കിട്ടാത്തത്? ഏത് ഭൂമിയിൽ ഖനനം ചെയ്താലും ചുരുങ്ങിയ പക്ഷം ഒരു കലമെങ്കിലും കിട്ടുമെങ്കിൽ മുഅ്മിനീങ്ങളെ, പള്ളികൾ കുഴിച്ചിട്ടടിയിൽ അത് കണ്ടു, പള്ളിയിൽ ശിവലിംഗം കണ്ടു, പള്ളിയിൽ ദേവതയെ കണ്ടു, പള്ളിയിൽ ദേവന്റെ വിഗ്രഹം പ്രത്യക്ഷപ്പെട്ടു എന്നും പറഞ്ഞിട്ട് ഓരോ പള്ളികളും തട്ടിത്തകർത്ത് തരിപ്പണമാക്കുകയാ. ഒരു കാലത്ത് മൂസാ നബിയുടെ സ്ഥലത്ത്, മൂസാ നബിയുടെ ജനതയിൽ അരങ്ങുവാഴ്ച തകർത്ത ഒരു കാര്യമുണ്ടല്ലോ. പള്ളികൾ മുഴുവനും തട്ടിത്തകർത്ത് തരിപ്പണമാക്കി വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ ഫിർഔനെന്ന് പറയുന്ന ഒരു കാട്ടാളൻ ഇറങ്ങിത്തിരിച്ച ചരിത്രമല്ലാതെ ഖുർആൻ പറഞ്ഞുവല്ലോ. അതിനേക്കാളും വലിയ ഭീകര താണ്ഡവമാടുന്ന വലിയ സംഭവ വികാസങ്ങൾക്ക് ഇന്ത്യ സാക്ഷിയാവാൻ പോവുകയാ. ഇന്ത്യ രാജ്യം അഭിമുഖീകരിക്കാൻ പോവുകയാ.
നിങ്ങൾക്കറിയുമോ അവരുടെ ലിസ്റ്റിലുള്ളത്, ഇവിടുത്തെ നെറികെട്ട ഭരണകൂടത്തിന്റെ ലിസ്റ്റിലുള്ളത് 3000-ലധികം പള്ളികളാ. ഇന്ന് കോയമ്പത്തൂർ വരെ ലിസ്റ്റിലുള്ളപ്പോ കോയമ്പത്തൂർ വരെയുള്ള പല പള്ളികളിലും പല മുസ്ലിമീങ്ങളുടെ ആരാധനാലയങ്ങളിലും ശിവന്റെയും രാമന്റെയും അടക്കമുള്ള പലതും കണ്ടെത്തപ്പെടാനുണ്ട് എന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ വന്ന് പ്രസംഗിച്ചു പോയെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ജനതയിൽ, ആ ജനതയിൽ 3000 പള്ളി തകർക്കപ്പെട്ടിട്ടില്ല. ഇന്ത്യ അഭിമുഖീകരിക്കാൻ പോവുകയാ. രണ്ടാം ബാബരി കടന്നു വരുന്നല്ലോ. നിങ്ങൾ അറിഞ്ഞുവല്ലോ, ഗ്യാൻവാപി മസ്ജിദ് എന്ന് പറയുന്ന ഇത്ര കാലം പടച്ചവന് വേണ്ടി സുജൂദ് ചെയ്ത ആ പള്ളിയുടെ ഹൗദങ്കരയിൽ, ആ ഹൗദ് എന്ന് പറയുന്ന വുളു എടുക്കുന്ന കുളത്തിന്റെ നടുക്ക് ഉയർന്നിരുന്ന ഒരു സ്തൂപമുണ്ട്. ആ സ്തൂപത്തെ കണ്ടിട്ട് ഇത് ശിവലിംഗമാണെന്ന് പറഞ്ഞിട്ട് പൂജ ആരംഭിച്ചിരിക്കുകയാ. ആ പൂജ ആരംഭിക്കുന്ന അതേ നിമിഷത്തിൽ മെനഞ്ഞാന്ന് വന്ന വാർത്ത നിങ്ങൾ കണ്ടുവല്ലോ. ഡൽഹിയിലെ ഒരു പള്ളിയിൽ, ആ പള്ളിയുടെ മസ്ജിദിന്റെ പേരോർമ്മ വരുന്നില്ല, ഡൽഹിയിൽ ആ പള്ളിയുടെ മദ്രസ കെട്ടിടം തകർത്തിട്ട് ഇത് പൊതു സർക്കാരിന്റെ പൊതുമുതലാണ്, ഇത് സർക്കാരിന്റെ ഭൂമിയാണെന്ന് പറഞ്ഞിട്ട്, ഇത് പട്ടയമില്ലാത്ത ഭൂമിയാണെന്ന് പറഞ്ഞിട്ട് ആ പള്ളിയും മദ്രസയും തച്ചു തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഡൽഹിയിലെ ജനതയെ നമ്മൾ കണ്ടതാ. ഇങ്ങനെ തുടങ്ങിയത്ര പള്ളികളാ മുഅ്മിനീങ്ങളെ ഇവിടെ തട്ടിത്തകർത്ത് തരിപ്പണമാക്കാൻ പോകുന്നത്. ആരോട് പറയാനാ? നമ്മൾ ആരോട് ചോദിക്കാനാ? ആരുടെ മുന്നിലാ ഇത് പരാതിപ്പെടാനുള്ളത്? ആരോട് പരാതി പറയാൻ? പരാതി പറഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന നിയമം എന്താ? മുമ്പ് വന്ന നിയമം എന്താ? അത് തന്നെയല്ലേ ഇനിയും ആവർത്തിക്കൂ. പിന്നെ നട്ടല് പണയം വെച്ച് ആരുടെ മുന്നിലാ നമ്മൾ പരാതിപ്പെടാൻ പോകുന്നത്? പരാതി പറയാൻ ഇവിടെ ആരുമില്ല. റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബല്ലാതെ പരാതി പറയാൻ നമുക്ക് അത്താണിയായി ഒരാളും ഇവിടെ ഇല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, റബ്ബിലേക്ക് കൈകൾ ഉയരേണ്ട സമയം ഈ സമയമാണ്. ഇന്ത്യൻ മുസ്ലിം കൈകൾ ഉയർത്തി പശ്ചാത്താപത്തോടെ കഴിഞ്ഞുകൂടേണ്ട നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അല്ലാഹു തൗബ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, പള്ളികളൊക്കെ പൊളിക്കപ്പെട്ടാൽ എവിടെ പോയി പിന്നെ നമ്മൾ നിസ്കരിക്കും? എവിടെ പോയി നമ്മൾ നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ നടത്തും? മഹല്ലടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങൾ ഒന്ന് കഴിഞ്ഞു പോകുമ്പോൾ ആ മുസ്ലിമീങ്ങളുടെ ആ ഒരു നിലപാടിനെ തന്നെ ചോദ്യം ചെയ്യുകയാണ് പള്ളികൾ പൊളിക്കുക എന്നതുകൊണ്ട് ഇവിടെ നടക്കുന്നത്. മറ്റ് കർമ്മങ്ങൾ മുസ്ലിം സമൂഹം ന്യൂനപക്ഷമായതുകൊണ്ട് അവരുടെ മുകളിൽ കുതിര കയറി എന്തും ചെയ്യാമെന്ന വ്യാമോഹത്തോടെ ഇവിടെ പ്രവർത്തിക്കുമ്പോ നമുക്ക് സൈന്യങ്ങളില്ല, നമുക്ക് പട്ടാളങ്ങളില്ല, നമ്മുടെ കയ്യിൽ ബോംബുകളോ വാളുകളോ ഇല്ല. നമ്മൾ ബലഹീനരാണ്. നമ്മുടെ കയ്യിൽ ആകെയുള്ളത് നിസ്കാരമാണ്, പട്ടിണി കിടക്കുന്ന നോമ്പാണ്, അതോടൊപ്പം പശ്ചാത്താപമാണ്. ആ പശ്ചാത്താപത്തോടെ വാനലോകത്തേക്ക് കരങ്ങൾ ഉയരട്ടെ. ഇവിടുത്തെ ഭരണകൂടം താഴെ ഇറങ്ങുന്നത് എങ്ങനെയാണെന്ന് അനുഭവിച്ചറിയാൻ നമുക്ക് കഴിയും മുഅ്മിനീങ്ങളെ. പക്ഷേ നമ്മുടെ കൈകൾ റബ്ബിലേക്ക് ഉയരേണ്ടതുണ്ട്. അല്ലാഹു ആ നിലയ്ക്കുള്ള സത്യവിശ്വാസികളായി നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഇതൊന്നും അധികകാലം വാഴ്ന്നു പോകുമെന്ന് ആരും കരുതണ്ട. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. പണ്ടൊരു വലിയ ഒരു ആനപ്പട കഅബാലയം എന്ന് പറയുന്ന ഒരു കൊച്ചു പള്ളി തകർത്തെറിയാൻ കടന്നു വന്നു. പക്ഷേ അബാബീൽ എന്ന് പറയുന്ന ഒരു കൂട്ടം പക്ഷികൾ അവരുടെ മുകളിൽ വാനലോകത്ത് നിലയുറപ്പിച്ചു. നിങ്ങൾക്കറിയുമോ, ആ പക്ഷികൾ അവിടെ നിന്ന് പോയി കഴിയുമ്പോ ആനപ്പട എവിടെ? അങ്ങനൊരു ജനത ഇവിടെ കടന്നു വന്നോ എന്ന ചോദ്യത്തിനാണ് കണ്ടുനിന്നവർ ചോദ്യം ഉന്നയിച്ചത് കൽബുകൊണ്ട്. അങ്ങനൊരു സമൂഹം ഇവിടെ വന്നില്ലേ? അവരെവിടെ? ചവച്ചരക്കപ്പെട്ട വൈക്കോൽ കൂനകൾ പോലെ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ചെറുപക്ഷികളെ കൊണ്ട് വലിയ ഒരു ആനപ്പടയെ ഇവിടെ കൈകാര്യം ചെയ്തുവെങ്കിൽ പിന്നെയാണോ ഇവിടെ കടന്നു വരുന്ന രഥപ്പട? അള്ളാന്റെ മുന്നിലാണോ ഇവരുടെ കളി? എത്ര കാലമാ പടച്ചറപ്പ് ഒരു അവധി കൊടുത്തിരിക്കുകയാ. അള്ളാഹു കൊടുത്ത അവധി അതിനൊരു നിശ്ചിത സമയമുണ്ട്. ആ സമയം അതിവിദൂരമല്ല. മുസ്ലിമിന്റെ ഇസ്സത്ത് പ്രകടമാകുന്ന ആ നിമിഷം അതിവിദൂരമല്ല. നിങ്ങൾ തിരിച്ചറിയണം, മുസ്ലിമിന്റെ ആ ഇസ്സത്തും ആ ദൃഢതയും ആ ഖുവ്വത്തും വെളിവാകുന്ന സമയം അതിവിദൂരമല്ല. മുസ്ലിമീങ്ങൾ നട്ടെല്ല് നിവർത്തി ഈ രാജ്യത്തിന്റെ പുത്രന്മാരാടാ ഞങ്ങളെന്ന് പറഞ്ഞിട്ട് കൈകൾ ഉയർത്തുന്ന ഒരു ദിവസം അതിവിദൂരമല്ല പ്രിയപ്പെട്ടവരെ. പക്ഷേ
ആ സമയം അടുത്തെത്തണമെങ്കിൽ തൗബയിലൂടെ നമ്മുടെ ജീവിതം കടന്നു പോകണം. ഹൂദ് നബി നൽകിയ ഉപദേശമാ, ഹൂദ് നബിയുടെ ഉപദേശമാ. നിങ്ങൾ ആ നിലയ്ക്ക് തൗബത്തൻ നസൂഹ, നസീഹ നസൂഹായ നിലയ്ക്ക് തൗബ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യസിദുകും ഖുവ്വതൻ ഇലാ ഖുവ്വതികും, നിലവിലുള്ള നിങ്ങളുടെ ശക്തിയിലേക്ക് വീണ്ടും ഒരു ശക്തി അല്ലാഹു കൂട്ടിത്തരുന്നതാണ്. വീണ്ടും ഒരു ശക്തി നമുക്ക് കൂടുന്നതാണ്. അല്ലാഹു ആ രൂപത്തിൽ നമ്മളെ ആക്കട്ടെ. ഏതായിരുന്നാലും ഈ ഖുവ്വത്തും കിട്ടും, ഈ രൂപത്തിൽ നമുക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടും. അതിലുപരിയായി തൗബ ചെയ്യുന്നവന് ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ. ആ ആയത്തിൽ പറഞ്ഞ ആ ഹുബ്ബും ആ സ്നേഹവും ആ കരുണയും ആർദ്രതയും വേണ്ടുവോളം ആസ്വദിക്കാനും കഴിയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു ആ സ്നേഹം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമതായി അള്ളാഹുവിന്റെ ഹുബ്ബ് പ്രത്യേകമായി കിട്ടുന്ന ജനത, ആ ജനത ആരാണ്? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ രണ്ടാമത് പറഞ്ഞ ജനതയാരാ? വിശുദ്ധമായ ഖുർആൻ രണ്ടാമതൊരു ജനതയെ പ്രതിപാദിച്ചല്ലോ. ആരാ? ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹിരീൻ. ജീവിതത്തിന്റെ ഏത് നിമിഷത്തിലും സ്വന്തം ശരീരത്തിലും സ്വന്തം വീട്ടിലും സ്വന്തം മക്കളിലും സ്വന്തം കുടുംബത്തിലും സ്വന്തം പരിസരത്തും സ്വന്തം നാട്ടിലും തന്റെ ചുറ്റുപാടിലും വൃത്തിയോടെ നടക്കാൻ, ശുദ്ധിയോടെ നടക്കാൻ, വെടിപ്പോടെ നടക്കാൻ ഒരു മനുഷ്യന് കഴിയുന്നുവോ? വൃത്തിയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇവിടെ നടക്കാൻ ഒരാൾ തയ്യാറാകുന്നുവോ? ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതതഹിരീൻ. മേൽ പറയപ്പെട്ട കരുണകളെക്കാളുപരി വല്ലാത്ത ഹുബ്ബ് റബ്ബിൽ നിന്ന് നിന്നിൽ വെക്കുന്നതാ, വല്ലാതെ അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടുന്നതാ. മുഅ്മിനീങ്ങളെ, ഈ പറയുന്ന ശുദ്ധിയുണ്ടല്ലോ, ആ ശുദ്ധി എന്ന് പറയപ്പെടുന്നത് റസൂലുള്ളാഹി പഠിപ്പിച്ചതെങ്ങനാ? അത്ഹുറു ശതുറുൽ ഈമാൻ. ശുദ്ധി എന്ന് പറയുന്നത്, വൃത്തി എന്ന് പറയുന്നത് ഈമാനിന്റെ പകുതിയാണ്. ഈമാനിന്റെ പകുതിയാണ്. ഈമാനിന്റെ പകുതിയായ വൃത്തിയുണ്ടല്ലോ, ആ വൃത്തി നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അള്ളാന്റെ ഇഷ്ടം നിന്നിലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഈമാനിന്റെ പകുതിയാണ് വൃത്തി. ഈമാൻ എന്ന് പറയുന്നത് ഒന്നാണെങ്കിൽ അതിന്റെ പകുതി എന്നത് നിസ്കാരത്തെ പറഞ്ഞൂടെ റബ്ബിന് പറഞ്ഞില്ല, നോമ്പിനെ പറഞ്ഞൂടെ പറഞ്ഞില്ല. എന്തേ വൃത്തി പറയാൻ കാരണം? ഏതൊരു കർമ്മം നീ ചെയ്താലും, നിന്റെ ജീവിതത്തിന്റെ ഏത് മേഖലയെടുത്താലും അവിടെ മുഴുവനും കടന്നു വരുന്ന ഒരേ ഒരു സംഭവം എന്നത്, ഒരേ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് ശുദ്ധി മാത്രമാണ്, തൊഹൂറ് മാത്രമാണ്, വൃത്തി ഉണ്ടായിരിക്കുക എന്നതാണ്. സർവ്വ നിമിഷത്തിലും വൃത്തി, എല്ലാ നിമിഷത്തിലും ഉളൂ, നമ്മളിൽ ഉളൂ, എപ്പോഴും ശുദ്ധമായ പ്രകൃതം. വീട്ടിലോട്ടൊക്കെ കടന്നു വന്നാൽ വളരെ നീറ്റായ ഒരു വീടിനെ കാണാൻ നമുക്ക് കഴിയണം. ആദ്യം നമ്മുടെ ജീവിതത്തിൽ മുഅ്മിനീങ്ങളെ നമ്മൾ വ്യക്തി ശുചിത്വം പാലിക്കുന്നവരാകണം. വ്യക്തി ശുചിത്വം ജീവിതത്തിൽ നമ്മൾ പാലിക്കുന്നവരാകണം. വ്യക്തി ശുചിത്വം എന്ന് പറയുമ്പോൾ നഖം വെട്ടി, മുടി വെട്ടി, നമ്മുടെ ശരീരാവയവങ്ങൾ കഴുകി വൃത്തിയാക്കി ഈ രൂപത്തിൽ ശരീരത്തിനെ പരിപോഷിപ്പിച്ച് വൃത്തിയാക്കി കൊണ്ടുവരേണ്ട ഒരു വിധമുണ്ടല്ലോ, നമുക്കൊക്കെ അറിയാവുന്ന ആ ഒരു വിധം. ആ രൂപത്തിൽ ശരീരത്തിന്റെ വൃത്തി നമ്മൾ ആദ്യം കാക്ഷിക്കുന്നവരാകണം. ആ ശരീരത്തിന്റെ വൃത്തിയെ പോലെ തന്നെയാണ് നമ്മുടെ വീടും നമ്മുടെ പരിസരങ്ങളും. നല്ല വസ്ത്രം ധരിച്ച് ശരീരത്തിന്റെ വൃത്തി കാക്ഷിക്കുന്നതോടൊപ്പം നമ്മുടെ വീട്ടിലോട്ടൊക്കെ വന്ന് കയറാൻ വയ്യ. ബെഡ്റൂമിൽ തുണി ഒരു സൈഡിൽ കൂട്ടി വലിച്ചു വാരിയിട്ടിരിക്കുകയാ, ഇറായത്ത് ഒരു സൈഡിൽ കസരയിട്ട് അതിലേക്ക് തുണികൾ വാരി വലിച്ചിട്ടിരിക്കുക. അങ്ങനല്ല, തുണികളൊക്കെ അടുക്കി പറക്കി വൃത്തിയായി അതൊക്കെ വെക്കേണ്ട മട്ടത്തിന് വെച്ച് നമ്മൾ ആ വീട്ടിൽ അടുക്കി പറക്കി ഒന്ന് ആ ചുറ്റുഭാഗമൊക്കെ ക്ലിയറാക്കി വല്ല പൊടിയും പൊട്ടുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് കളഞ്ഞ് ഈ രൂപത്തിൽ വൃത്തിയോടെ നിങ്ങൾ പരിപാലനത്തിൽ വീടും ശരീരവും വൃത്തിയോടെ നിങ്ങളെ പരിസരം വേസ്റ്റുകളൊക്കെ കാണുന്നിടത്ത് വലിച്ചെറിയാതെ, മീമുള്ളും വേസ്റ്റുകളും ഭക്ഷണത്തിന്റെ വേസ്റ്റുകളും ഒക്കെ അവിടെ അടുക്കളയുടെ വാതിൽ നിന്നിട്ട് എറിയ, പുറത്തോട്ടങ്ങ് എറിയ. അങ്ങനെ എറിയാതെ അതൊക്കെ കൊണ്ടിടാൻ ഒരു പ്രത്യേക സ്ഥലം തയ്യാറാക്കി ആ രൂപത്തിൽ നിങ്ങൾ വേസ്റ്റുകളൊക്കെ കൊണ്ട് കളഞ്ഞ് ആ രൂപത്തിൽ വൃത്തിയോടെ വെടിപ്പോടെ നടക്കൂ. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുതതഹിരീൻ. അങ്ങനെ വ്യക്തി ശരീരത്തിൽ, വ്യക്തി ജീവിതത്തിൽ, സ്വന്തം ശരീരത്തിൽ വൃത്തിയുണ്ടാകുന്നതോടൊപ്പം അവന്റെ വീട് തുണികളൊക്കെ ഈ പറഞ്ഞ രൂപത്തിൽ, ചില വീടുകളൊന്നും ചെന്ന് കയറാൻ വയ്യ,
എവിടെ കയറിയാലും ഗ്ലാസ് ഒക്കെ എടുത്ത് വെള്ളം കുടിച്ചാൽ മീൻ നാറുന്ന അവസ്ഥയാ അല്ലേ? അങ്ങനെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒന്നും വരരുത്. പ്രത്യേകിച്ച് അതിഥികൾ വരുമ്പോ നല്ല വൃത്തിയും വെടുപ്പുമായി നമ്മുടെ വീടുകൾ കിടക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഫഅഹ്സിനൂ ലിബാസഹും, നിങ്ങളെ വസ്ത്രങ്ങളൊക്കെ നിങ്ങൾ നന്നാക്കണം. അത് വീട്ടിൽ കിടക്കുന്ന വസ്ത്രമായാലും എടുത്ത് നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രമായാലും. വസ്ത്രം മാത്രമല്ല മുഅ്മിനീങ്ങളെ, മുത്തു റസൂൽ അവിടെ തന്നെ പറഞ്ഞു, വഅസ്ലിഹൂ റിഹാലക്കും, നമ്മുടെ വാഹനങ്ങൾ പൊടി പിടിച്ച് അഴുക്ക് പിടിച്ച് ഇങ്ങനെ വൃത്തിയില്ലാതെ വാഹനങ്ങൾ ഇരിക്കുന്ന അവസ്ഥ അത് വരാൻ പാടില്ല. നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, പണ്ട് കഴുതയും കുതിരയും ഒട്ടകവും ഒക്കെയാ, ഇന്നതൊക്കെ മാറി. ഇന്ന് ബുള്ളറ്റും കാറും മറ്റു വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് സ്വന്തമായിട്ടൊരു വാഹനമുണ്ടെങ്കിൽ അത് തന്നെ വൃത്തിയായി പൊടിയും പൊട്ടുമില്ലാതെ വെളുപ്പിച്ച് കഴുകാനുള്ള സമയത്ത് കഴുകി വൃത്തിയാക്കി കൊണ്ട് നടക്കണമെന്ന്. അത് വൃത്തി എന്ന് പറയുന്ന ആ വാഹനത്തെ പോലും വൃത്തിയാക്കുക എന്ന് പറയുന്നത് ശത്രുൽ ഈമാൻ, നിന്റെ വിശ്വാസത്തിന്റെ പകുതിയാണ് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. അങ്ങനെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കിയാൽ പ്രകൃതി, നമ്മുടെ ചുറ്റുഭാഗങ്ങൾ, നമ്മുടെ പ്രകൃതി, നമ്മൾ ജീവിക്കുന്ന പ്രദേശം ഏറ്റവും നല്ല വൃത്തിയിലായിരിക്കണം. ഒരു സംശയവും വേണ്ട. ഇന്ന് മണ്ണും വിണ്ണും ജലവും ഒക്കെ മലിനപ്പെടുകയാ. വായു മലിനീകരണം ഒരു സ്ഥലത്ത്, ജലമലിനീകരണം വേറൊരു സ്ഥലത്ത്, ഇങ്ങനെ തുടങ്ങി മലിനപ്പെടുത്തുന്നതിന്റെ ഒരു ഉത്സവം തന്നെ നമ്മുടെ ചുറ്റുഭാഗം തരങ്ങേറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ചുറ്റുഭാഗങ്ങളെയും നമ്മുടെ പ്രകൃതിയെയും ചെറുതായി പോലും മലിനപ്പെടുത്താൻ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ കാഴ്ചപ്പാട്. അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ, മുത്തുനബി പറയുന്നു, ഇത്തഖുൽ ആരീൻ, കൂടുതൽ ശാപം പേറി ജീവിക്കേണ്ടി വരുന്ന ആളുകളെ നിങ്ങൾ സൂക്ഷിക്കണേ. ആ ശാപം പേറേണ്ടി വരുന്ന ജന്മങ്ങളാരാ? അല്ലാഹ് ജനങ്ങൾ കടന്നു വരുന്ന വഴിയോരങ്ങളിൽ അവർ മൂത്രമൊഴിച്ചു വെക്കുകയാ, മലമൂത്ര വിസർജനം നടത്തുകയാ. അല്ലെങ്കിൽ അവർ തണല് കണ്ടെത്തിയിട്ട് വിശ്രമിക്കാനിരിക്കുന്ന മരച്ചോപ്പുകള്, മരത്തിന്റെ ചുവടുകള്, അവിടെ സ്ഥലം കണ്ടെത്തിയിട്ട് മൂത്രിച്ചു വെക്കുകയാണ്, മലമൂത്ര വിസർജനം നടത്തുകയാണ്, മതിലുകൾ ചാരി നിന്നിട്ട് മൂത്രമൊഴിച്ചു വെക്കുകയാണ്. ഇങ്ങനെ ജനങ്ങളുടെ ശാപം പേറേണ്ടി വരുന്ന ആ ജനങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ സഹാബാ. മറ്റൊരു ഹദീസിൽ കാണാം, കെട്ടിക്കിടക്കുന്ന വെള്ളത്തില് മൂത്രമൊഴിക്കുന്ന ജനതയെയും നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് അള്ളാന്റെ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ചെറിയ രൂപത്തിൽ പോലും നമ്മളെ ചുറ്റുപരിസരങ്ങൾ ഒരു മൂത്രമൊഴിച്ചാൽ എത്ര നജസാവാനാ, പക്ഷേ അത്രയും നിസാരമായി നമ്മൾ കാണുന്ന മലിനപ്പെടുത്തലുണ്ടല്ലോ, അതെത്ര നിസാരമായാലും ഈ പ്രകൃതിയോട് നീ അത് കാണിക്കാൻ പാടില്ല. ഈ പ്രകൃതിയോടുള്ള അക്രമമാണതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. എന്നാൽ ഈ ചെറുതിനെ പോലും ഇങ്ങനെ വിലക്കിയ ഈ നേതാവിന്റെ മക്കള് ഇന്ന് കോഴി ഫാം നടത്തുകയാ, ഇറച്ചി വെട്ടുകട നടത്തുകയാ, എന്നിട്ട് വേസ്റ്റ് കൊണ്ടവിടാ തള്ളുന്നത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്മാര് നടന്നു പോകുന്ന പാതയോരങ്ങളിൽ, വഴിയോരങ്ങളിൽ മൂക്ക് പൊത്തിയിട്ട് വണ്ടി ഓടിക്കേണ്ട അവസ്ഥയല്ലയോ? മൂക്ക് പൊത്താതെ പല മേഖലകളിൽ കൂടിയും യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. എന്റെ നാടായ കുളത്തൂപ്പുഴയിൽ നിന്ന് തെന്മലയിലേക്ക് പോകുമ്പോ രണ്ട് ഭാഗത്തും വനമാണല്ലോ. എത്രയോ ഭാഗങ്ങളിലാ മൂക്ക് പൊത്തി പോകേണ്ടി വരിക, എത്രയോ ഭാഗങ്ങളിലാ കോഴി വേസ്റ്റുകള്, മറ്റിറച്ചിയുടെ വേസ്റ്റുകള്, മറ്റ് മാലിന്യങ്ങള് കൊണ്ടുവന്ന് തള്ളിയിട്ടുക. ആരാണിത് ചെയ്യുന്നത്? മുസ്ലിം സമൂഹത്തിൽ എത്രയോ ഹലാൽ ഇറച്ചിക്കടകളുള്ളവരാ. നമ്മൾ തന്നെയാണൊന്നാം പ്രതിയായി മാറുന്നത്. ഏറ്റവും കൂടുതൽ കോഴിക്കടകൾ നടത്തുന്ന നമ്മള് ഈ വിഷയത്തിൽ ജാഗരൂകരാകുമ്പോ, ഈ വൃത്തിയോടെ നമ്മുടെ സമീപങ്ങളെയും നമ്മുടെ പരിസരങ്ങളെയും നമ്മൾ കൈകാര്യം ചെയ്യാൻ തയ്യാറാകുമ്പോ, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതതഹിരീൻ, ശുദ്ധിയെ ഇഷ്ടപ്പെടുന്ന പടച്ചറബ് വല്ലാതെ നമ്മളെ പ്രണയിക്കും. വൃത്തിയും വെടുപ്പും ജീവിതത്തിൽ ഉണ്ടാകണം. പ്രകൃതി മലിനമാക്കാൻ പാടില്ല. പ്രകൃതി ആ രൂപത്തിൽ മോമിനികളെ പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ടുപോയി നമ്മൾ അങ്ങ് തട്ടുകയാ. ഗവൺമെന്റ് എത്ര പറഞ്ഞാലും നമുക്ക് അതിൽ ഒരു വിലയുമില്ല, ഒരു നിലയുമില്ല. പ്ലാസ്റ്റിക്കുകൾ കൊണ്ടുപോയി കൂന കൂട്ടുകയാ, അവസാനം അത് മുഴുവനും കടലിൽ കൊണ്ട് കളയുകയാ. ഒരു സുനാമി വന്നപ്പോ പോയ പ്ലാസ്റ്റിക്കുകൾ മുഴുവനും ടൺ കണക്കിന് കരക്കടിയുകയല്ലേ പ്രിയപ്പെട്ടവരെ? പ്രകൃതിക്കറിയാം തിരിച്ചടിക്കാൻ. കൊണ്ടിട്ട് കടൽ നിറയ്ക്കുമ്പോ ഒരു സുനാമി വന്ന ഈ കര നിറയുമാർ ആ കൊണ്ടിട്ടതിനെ മുഴുവനും തിരിച്ചിടാൻ ഈ കടലിനറിയാം.
നമ്മൾ പ്രകൃതിയെ മനസ്സിലാക്കി മലിനപ്പെടുത്താതെ ജീവിക്കാൻ മുസ്ലിം സമൂഹം തയ്യാറാകണം. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹിരീൻ. പശ്ചാത്താപം വേണം, ജീവിതത്തിൽ വൃത്തിയും വേണം. അല്ലാഹു വൃത്തിയെ അടിസ്ഥാനമാക്കി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വൃത്തിയില്ലാത്തവൻ ഒരിക്കലും പടച്ചവനിലോട്ട് അടുക്കൂല. റബ്ബിലേക്ക് സ്നേഹത്തിന് വേണ്ടിയിട്ട് തൗബയുടെ കാര്യം പറഞ്ഞില്ലേ? തൗബ കൊണ്ടെടുക്കാൻ വിചാരിക്കണ്ട. വൃത്തിയില്ലാത്തവൻ ഒരു നിലയ്ക്കും റബ്ബിലോട്ട് അടുക്കില്ല. തൗബ ചെയ്തു, ഓക്കെ, സംഭവം ശരിയാ, പക്ഷെ വൃത്തിയില്ല, റബ്ബിലേക്ക് അടുക്കില്ല. രണ്ടും തമ്മിൽ വലിയ ബന്ധമുണ്ട് മുഅ്മിനീങ്ങളെ. അള്ളാഹുവിലേക്ക് അടുക്കില്ല എന്ന് പറയാൻ ഞാൻ പിടിച്ച തെളിവെന്താ? നമുക്കുള്ള തെളിവെന്താ? നിസ്കാരം എന്ന് പറയുന്നത് റബ്ബുമായി നമ്മൾ നടത്തുന്ന അഭിമുഖമല്ലേ? മുനാജാത്ത് അവനോടുള്ള സംസാരമല്ലേ? റബ്ബിനോട് കാര്യങ്ങൾ, ആവലാദികൾ പറയുകയാ, നിസ്കരിച്ചുകൊണ്ട് കണ്ണീർ പൊഴിക്കുകയാ. അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയില്ല വൃത്തിയില്ലാത്തവര്. കാരണം നിസ്കാരത്തിന്റെ തന്നെ ഷർത്ത് എന്താണ്? നിസ്കാരത്തിന്റെ തന്നെ ഷർത്തുകളിൽ എണ്ണിപ്പറഞ്ഞ ഒരു നിബന്ധനയാണ് നിസ്കരിക്കുന്ന ശരീരം, നിസ്കരിക്കുന്ന വസ്ത്രം, നിസ്കരിക്കുന്ന സ്ഥലം നജസിൽ നിന്ന്, മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധമായിരിക്കണം എന്നുള്ളത് റബ്ബിലേക്ക് അടുക്കാനുള്ള മാനദണ്ഡമായി ഒരു ആരാധനയിൽ തന്നെ അല്ലാഹു തആല എടുത്തു വെച്ചിരിക്കുകയാണ്. ഒരു ആരാധനയിൽ അള്ളാഹു എടുത്തു വെച്ചിരിക്കുകയാണ്. വൃത്തി എന്നതിനെ മാനദണ്ഡമാക്കി നിസ്കാരം ശരിയാകണോ, എന്നോടുള്ള സംഭാഷണം ശരിയാകണോ, വൃത്തി അവിടെ നിബന്ധനയാണെന്ന് അള്ളാഹു തന്നെ നമ്മെ പഠിപ്പിച്ചതാണ്. എന്ന് മാത്രമല്ല, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, റബ്ബ് നമ്മളോട് സംസാരിച്ചതാണ്. അതിനെയൊന്ന് വാരി പുണരാൻ, അതിനോടൊന്ന് അഭിമുഖം പറയാൻ, ആ ഖുർആൻ ഒന്ന് പാരായണം ചെയ്യണമെങ്കിൽ വിശുദ്ധിയില്ലാതെ നിങ്ങൾക്ക് കഴിയുമോ? വൃത്തിയില്ലാത്തവൻ ആ ഖുർആൻ കൈകൊണ്ട് തൊടാൻ പാടുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞതല്ലയോ, ഇന്നഹു ലഖുർആനുൻ കരീം ഫീ കിതാബിൻ മക്നൂൻ ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. ശുദ്ധിയുള്ളവനല്ലാതെ ആ ഖുർആനിനെ തൊടാൻ പാടില്ല. ശുദ്ധിയില്ലാത്തവൻ എന്റെ സംസാരം കേൾക്കാൻ നിൽക്കണ്ട, അതിനെ പാരായണം ചെയ്യാൻ നിൽക്കണ്ട എന്ന് അല്ലാഹു തന്നെ ഖുർആനിലൂടെ പറഞ്ഞതല്ലയോ? അതാണ് ഞാൻ പറഞ്ഞത്. റബ്ബിലേക്ക് അടുക്കുന്ന ആരാധനകളിൽ പോലും വൃത്തിയെ ഒരു മാനദണ്ഡമാക്കുന്നുവെങ്കിൽ വൃത്തി ഈമാനിന്റെ ഭാഗമായിട്ടല്ല മാറ്റിയെങ്കിൽ ആ വൃത്തിയില്ലാതെ ജീവിക്കുന്നുവോ ഹുബ്ബ് നീ പ്രതീക്ഷിക്കണ്ട. ഹുബ്ബ് നിന്റെ ഏടയലത്ത് വരുന്നേയില്ല പ്രിയപ്പെട്ടവരെ. ആ വിഷയം നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾക്കറിയുമോ, പടച്ചവന്റെ സ്നേഹം കിട്ടിയ മഹാനായ ഇബ്രാഹിം നബിയെ കുറിച്ച് ഞാൻ നിർത്തുകയാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതെന്താ ഇബ്രാഹിം നബിയെ കുറിച്ച്? ഇബ്രാഹിം അല്ലദീ വഫാ. അല്ലാഹ് പറഞ്ഞത് മുഴുവനും ചെയ്ത മനുഷ്യനായ ഇബ്രാഹിം നബി. പടച്ചവൻ പറഞ്ഞതിനൊന്നും ഇബ്രാഹിം നബി എതിര് ചെയ്തിട്ടില്ല. അങ്ങനെ എല്ലാം ചെയ്തെന്ന് പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറഞ്ഞതെന്താ? വഇദ് ബതലാ ഇബ്രാഹിമ റബ്ബുഹു ബികലിമാത്തിൻ. അല്ലാഹു ചില വചനങ്ങൾ കൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു, ചില വചനങ്ങൾ, ആ വചനങ്ങൾ കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പരീക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുന്നു, ഇബ്രാഹിം നബി ചെയ്യേണ്ടതുപോലെ ചെയ്തു, അതിനെ പൂർത്തീകരിച്ചു. എന്താണ് ആ കാര്യങ്ങൾ? ആ കാര്യങ്ങൾ എത്രയാണ്? അത് 10 കാര്യങ്ങളാണ് എന്ന് മഹാനായ സ്വഹാബി വര്യൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ പറയുകയാണ്. 10 കാര്യങ്ങൾ. ആ 10 എണ്ണം ഓട്ടിച്ച് പറഞ്ഞ് നമ്മുടെ സദസ്സ് നമുക്ക് പ്രിയാം. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വൃത്തി ഉണ്ടാവുക, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ആ 10 കാര്യങ്ങൾ ഖുർആനിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു വചനങ്ങളായി നൽകി എന്ന് പറഞ്ഞ ആ 10 കാര്യങ്ങൾ ഏതാണ്? 5 എണ്ണം മനുഷ്യന്റെ തലയുമായി ബന്ധപ്പെട്ടതാണ്, 5 എണ്ണം മനുഷ്യന്റെ ബാക്കിയുള്ള മുഴുവൻ ശരീരവുമായി ബന്ധപ്പെട്ടതാണ്. എന്ന് മാത്രമല്ല, ഈ 5 + 5 = 10, ഈ 10 കാര്യങ്ങൾ ശുദ്ധിയുമായി ബന്ധപ്പെട്ടതുമാണ് എന്നതാണ് പ്രത്യേകത. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ എന്ന് പറയുമ്പോൾ ഈ 10 കാര്യങ്ങൾ അല്ലാഹു തആല പറഞ്ഞത് ശുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇബ്രാഹിം നബിയെ പരീക്ഷിച്ച 10 വചനങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ആദ്യത്തെ 5 എണ്ണം ഫിർറസി, അത് തലയിലാണ്.
തലയിൽ എങ്ങനാ വൃത്തി പാലിക്കേണ്ടത്? സത്യവിശ്വാസികളെ ഓട്ടിച്ചു പറയുകയാണ്, മീശ വെട്ടേണ്ട രൂപത്തിൽ, ചുണ്ടിന്റെ ചുവപ്പ് കാണത്തക്ക രൂപത്തിൽ മീശ വെട്ടി വൃത്തിയായി നമ്മൾ നടക്കേണ്ടവരാ. മീശ വെട്ടേണ്ടതുപോലെ വെട്ടണം. മോര് കുടിച്ച ചിലരൊക്കെ അങ്ങനെ മോര് കുടിച്ച ഇങ്ങനെ അരിച്ചു വെക്കുന്ന കണക്ക് ഇങ്ങനെ മോരിങ്ങനെ ഇരിക്കും. ആ രൂപത്തിൽ ആ മീശ വളർത്തി താഴേക്ക് ഇടുന്നത്. അങ്ങനല്ല ഇസ്ലാമിന്റെ മീശ. കൊമ്പം മീശ വളർത്തി ഊഞ്ഞാലാടാനുള്ളതാണ് ആ മീശ, അല്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് പടച്ചറബ് പറഞ്ഞതാ, മീശ വെട്ടേണ്ട രൂപത്തിൽ തലയിൽ വരുന്ന ഒന്നാ മീശ വെട്ടേണ്ടതുപോലെ നീ വെട്ടണം. വായ കുപ്പിളിച്ച് വൃത്തിയാക്കേണ്ടതുപോലെ വായ വെള്ളം കൊണ്ട് നീ കുപ്പിളിക്കുന്നവനാകണം. നിസ്കാരത്തിന് മുന്നോടിയായും അല്ലാതെ മറ്റുള്ളവരോട് ഇടപഴകുമ്പോഴും നീ ബ്രഷ് ചെയ്യുന്നവനാകണം. നിന്റെ വായ എപ്പോഴും വൃത്തിയാകണം. നാലാമത് പറഞ്ഞു, ജനമധ്യത്തിൽ വന്നിരുന്നിട്ട് മൂക്കിൽ വിരലിടലല്ല, പകരം വെള്ളം കൊണ്ട് വുളു എടുക്കുമ്പോഴും അല്ലാത്തപ്പോഴും വെള്ളം കയറ്റിയിറക്കിക്കൊണ്ട് നിന്റെ മൂക്കിന്റെ ദ്വാരങ്ങളെ നീ വൃത്തിയാക്കണേ മുസ്ലിമേ. അതുപോലെ തന്നെ മുടികൾ എണ്ണ തേച്ച് കോതിയിടേണ്ടതുപോലെ കോതിയിടാൻ നിനക്ക് കഴിയണേ. അത് വൃത്തിയുടെ അടയാളമാണ്. പാറി പറക്കുന്ന മുടികളുമായി ഒരു സൈഡിൽ മുടി വെട്ടിയിട്ട് ഒരു സൈഡിൽ വെട്ടാതെ ഒരു സൈഡിൽ ബ്രഷ് പോലെ പൊക്കി വെച്ചുകൊണ്ട് നടക്കുന്ന തലമുറ വരുമ്പോ ഇബ്രാഹിം നബിയോട് പറഞ്ഞ 10 കൽപ്പനകളിൽ തലയിൽ ബന്ധിക്കുന്ന 5ാമത്തെ കൽപ്പനയാ തലമുടി വൃത്തിയായി ചീകി ഒതുക്കി നടക്കാൻ നിന്റെ മക്കളെ പ്രേരിപ്പിക്കണേ ഉമ്മാ. മീശ വെട്ടുക, മീശ വടിക്കാൻ പാടില്ല. വായ കുപ്പിളിക്കുക, ബ്രഷ് ചെയ്യുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി മൂക്ക് വൃത്തിയാക്കുക, തലമുടി എപ്പോഴും ചീകി ഒതുക്കി വൃത്തിയാക്കുക. ശരീരത്തിലോ ഇബ്രാഹിം നബിയോട് പറഞ്ഞ ബാക്കിയുള്ള 5 കാര്യങ്ങൾ ഏതാ? തഖ്ലീമുൽ അദ്ഫാർ. സിനിമാ നടിമാര് നഖം നീട്ടി വളർത്തിയതുപോലെ നിനക്ക് ക്യൂടെക്സ് ഇട്ടുകൊണ്ട് നാട്ടുകാരെ കാണിക്കാൻ നഖം നീട്ടി വളർത്തല്ലേ പെങ്ങളെ. കേൾക്കുമ്പോ ചെറിയ കാര്യമാ, നിസ്സാരമായ കാര്യമാ, പക്ഷേ ഇത് വൃത്തിയുടെ മാനദണ്ഡമായി ഇബ്രാഹിം നബിക്ക് പഠിപ്പിക്കപ്പെട്ടതാ. ഇതുണ്ടെങ്കിലേ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരൂ പ്രിയപ്പെട്ടവരെ. നഖം മുറിക്കേണ്ട സമയത്ത് വ്യാഴാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞാ നിന്റെ നഖങ്ങൾ മുറിച്ച് നീ വൃത്തിയാവണേ. രണ്ടാമത്തേതാ? നിന്റെ ഗുഹ്യഭാഗത്തിന്റെ അവയവങ്ങളിലെ രോമങ്ങളുണ്ടല്ലോ, ഗുഹ്യാവയവ ഭാഗത്തിന്റെ ചുറ്റുഭാഗത്തുള്ള രോമങ്ങള് 40 ദിവസത്തിൽ ഒരിക്കലും 40 ദിവസത്തിൽ ഏറ്റവും അങ്ങേയറ്റം പോയാൽ 40 ദിവസത്തിൽ ഒരിക്കലെങ്കിലും അത് പൂർണ്ണമായി നീക്കം ചെയ്യൽ നിർബന്ധമാണ്. ഇബാദത്ത് പോലും ചിലപ്പോ സ്വീകരിക്കപ്പെടില്ല എന്ന് ഫുഖഹാ പറഞ്ഞു വെച്ചുവല്ലോ പ്രിയപ്പെട്ടവരെ. ആഴ്ചയിൽ വൃത്തിയായി ചുരുങ്ങിയത് 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഗുഹ്യഭാഗത്തുള്ള രോമങ്ങൾ മുഴുവനും നീക്കം ചെയ്യാൻ അല്ലാഹു പറയുന്നു. മൂന്നാമതായിട്ട് പറഞ്ഞതോ വൽ ഖിതാൻ, ചേലാകർമ്മം ചെയ്യലാണ്. മാർക്ക കല്യാണം പുരുഷന്മാർക്ക് നടത്തി കൊടുക്കല, ഇല്ലെങ്കിൽ ഭാവിയിൽ ബീജം കെട്ടി മൂത്രം കെട്ടി നിന്നുകൊണ്ട് പല നിലക്കുള്ള അസുഖങ്ങൾക്കും കാരണമാകുന്ന രൂപത്തിൽ ഒരു മനുഷ്യന്റെ ലിംഗം മാറുമ്പോ ഇന്ന് യുക്തിവാദികൾ ഇതിനെ കളിയാക്കുകയാ. മുറിഞ്ഞു പോയെന്നോ കളഞ്ഞു പോയെന്നോ പറഞ്ഞിട്ട് മുസ്ലിമീങ്ങളുടെ മുകളിൽ കളിയാക്കലിന്റെ സ്വരം കടന്നു വരുമ്പോ അതിന് ചെവി കൊടുക്കാനുള്ളവനല്ല മുസ്ലിം. പകരം നമ്മൾ കടക്കേണ്ടത് വൃത്തിയുടെ മാനദണ്ഡത്തിലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇബ്രാഹിം നബിയോട് പടച്ച റബ്ബ് പറയുന്നു, വൽ ഖിതാൻ, ചെറുപ്രായത്തിൽ മാർക്ക കല്യാണം നടത്തണേ. വനതുഫുൽ ഇബ്തി, എല്ലാ ആഴ്ചകളിലോ 2 ആഴ്ച കൂടുമ്പോഴോ കക്ഷരോമങ്ങൾ മുഴുവനും നീക്കേണ്ടതുപോലെ നീക്കണേ. 5ാമതായിട്ട് പറഞ്ഞതെന്താ?
പ്രിയപ്പെട്ടവരെ, ഇന്ന് വിമാനത്തിൽ കയറിയാൽ യൂറോപ്യൻ സിസ്റ്റമാ. പാശ്ചാത്യ രാജ്യങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്താൽ വെള്ളം ഉപയോഗിക്കാൻ അവർക്ക് മടിയാ, പേപ്പർ ഉപയോഗിക്കുകയാണ്. വിസർജിച്ചാലും പേപ്പർ ഉപയോഗിക്കുന്ന ജനത ഈ ആധുനിക നൂറ്റാണ്ടിൽ വളർന്നു വരുമ്പോ വെള്ളം കൊണ്ട് തന്നെ മലമൂത്ര വിസർജനാവയവങ്ങൾ പൂർണ്ണമായും ശുദ്ധീകരിച്ചിരിക്കണം എന്നത് ഇസ്ലാമിന്റെ തത്വമാണ്, ഇസ്ലാമിന്റെ പ്രഖ്യാപനമാണ്. ഇങ്ങനെ തലയിലും ശരീരത്തിലുമായി 5+5=10 എന്ന് പറയപ്പെടുന്ന ഈ കർമ്മങ്ങൾ നിർവഹിക്കപ്പെടുമ്പോ ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹിരീൻ. അതിൽ നമ്മൾ പെടും. വിശുദ്ധ റമദാൻ വരികയാ. നഫ്സ് കൊണ്ട് ശരീരം കൊണ്ട് വൃത്തിയാകണം. റമദാനിലേക്ക് പണ്ടൊക്കെ വീടുകളൊക്കെ അടിച്ച് പറക്കി കഴുകി വൃത്തിയാക്കി ഭിത്തിയിൽ ജനലൊക്കെ തുടച്ച് എല്ലാ പാത്രങ്ങളും ഒക്കെ കഴുകി, അത് റമദാനിലുള്ള ആദരവാണ്, ബഹുമാനമാണ്. ആ രൂപത്തിൽ വൃത്തിയാക്കുന്ന ഒരു സമൂഹമുണ്ട്. റമദാൻ വരികയാണ്. റജബ് 27 തൊട്ടടുത്തു, ശഅബാൻ തൊട്ടടുത്തു വരുന്നു, റമദാൻ തൊട്ടടുത്തു സമാഗതമാണ്. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് തന്നെ വൃത്തി എന്നത് മാനദണ്ഡമാക്കിക്കൊണ്ട് ജീവിക്കുകയും അതോടൊപ്പം പശ്ചാത്താപം മുറുകെ പിടിക്കുകയും ചെയ്യണം. അള്ളാഹു ആ നിലയ്ക്ക് ആകുമ്പോൾ അള്ളാഹുവിന്റെ ഇഷ്ടം നമ്മളിലേക്ക് വാരിക്കോരി വിതറും. ഹുബ്ബ് എന്ന പദം ഉപയോഗിച്ച് ഖുർആൻ അതുകൊണ്ടാ ഈ 2 കൂട്ടരെ എടുത്തു പറഞ്ഞത്. അള്ളാഹു ഇതൊക്കെ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ചും ഇന്ന് ഞാൻ പറഞ്ഞു, തൗബ ചെയ്യുമ്പോൾ ഖുവ്വത്ത്, നമുക്ക് ശക്തി നമുക്കുണ്ടാകും. ആ ശക്തി ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന എത്രയോ ഹൈന്ദവ സഹോദരന്മാർ. ഞാനത് അവസാനം പറയാനിരുന്നത്, ഗ്യാൻവാപ്പി മസ്ജിദ് പറയുമ്പോ അതിനെ തട്ടിത്തകർത്ത് തരിപ്പണമാക്കാൻ ഒരുങ്ങിയ ഭരണകൂടത്തെ പറയുമ്പോ, മസ്ജിദുകളെ മുഴുവനും ഉന്നം വെച്ചിരിക്കുന്ന ഒരു ഭരണകൂടത്തെ കുറിച്ച് പറയുമ്പോ, ഇവിടെ മുസ്ലിം സമൂഹത്തിന്റെ തോളോട് തോൾ ചേർന്ന് ഒരു ഉമ്മവറ്റ മക്കളെ പോലെ ഇവിടെ കഴിയുന്ന പാവപ്പെട്ട ഹിന്ദുക്കളുണ്ട്, ഹൈന്ദവ സഹോദരങ്ങളുണ്ട്, ക്രൈസ്തവ സഹോദരങ്ങളുണ്ട്. എത്ര പള്ളികൾ പൊളിക്കപ്പെട്ടാലും, എത്ര മസ്ജിദുകൾ തച്ചു തകർക്കപ്പെട്ടാലും അവന്റെ മേലിൽ ഒരു തരി മണ്ണ് വീഴാൻ പാടില്ല. അവന്റെ പുറത്ത്, അവന്റെ ആരാധനാലയത്തിൽ ഒരു തരി മണ്ണ് വീഴാൻ പാടില്ല. കാരണം മതസൗഹാർദ്ദം എന്നും കാത്തു സൂക്ഷിച്ച് മാനവരാശിയെ ചേർത്ത് പിടിച്ച് ജീവിക്കാൻ പഠിപ്പിച്ച ഒരു നേതാവിന്റെ അനുയായികളാ നമ്മള്. അവരിൽ പലർക്കും വിഷമമുണ്ട്, നമുക്കറിയാഞ്ഞിട്ടാ. ഹിന്ദു സഹോദരങ്ങളിൽ, എന്റെ സുഹൃത്തുക്കളിൽ തന്നെ എത്രയോ പേർ, എന്റെ ഒരുപാട് ഹൈന്ദവ സുഹൃത്തുക്കളുണ്ട്. എത്രയോ സുഹൃത്തുക്കൾ ഈ വിഷയത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയവരാ, പ്രയാസമുണ്ടെന്ന് പറഞ്ഞവരാ, ആ ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞവരാ. ആ രൂപത്തിൽ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, നമ്മളും അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ സമൂഹം പാവപ്പെട്ട ഹിന്ദുക്കൾ, നല്ല സനാതന ധർമ്മത്തിന്റെ ഉടമകൾ നമ്മുടെ ചുറ്റുപരിസരത്ത്, നമ്മുടെ അയൽവാസികളായൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. ഇതിന്റെയൊക്കെ പേരിൽ വർഗീയ വിഷം തുപ്പുന്ന സർപ്പങ്ങളെ കണ്ടിട്ട് ഈ സാധുക്കളോട് നമുക്ക് ശത്രുത വരാൻ പാടില്ല. ഇന്ന് വരെ എങ്ങനെയാണോ കഴിഞ്ഞത്, വീട്ടിൽ ഇറച്ചി കറി വെച്ചാൽ അവർക്കും കൊടുക്കും, വീട്ടിലൊരു നല്ല മീൻ കറി വെച്ചാൽ അവർക്കും കൊടുക്കും, നമുക്കൊരാഘോഷം വന്നാൽ അതിന്റെ സന്തോഷം അവരുമായി നമ്മൾ പങ്കിടും. ഈ രൂപത്തിൽ ഇത്ര കാലം നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പൂർവികർ, ഇന്ത്യ രാജ്യത്തെ നമ്മുടെ മുൻഗാമികൾ എങ്ങനെ ജീവിക്കാനാണോ പറഞ്ഞത്, അതുപോലെ തന്നെ നമ്മൾ ഇനിയും ജീവിക്കുന്നവരാകണം. അതിൽ കോട്ടം വരാൻ പാടില്ല. എന്നാൽ വിഷം തുപ്പുന്നവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ട് ഇവരെ അകറ്റി നിർത്താൻ നമ്മൾ തയ്യാറാവുകയും വേണം. അള്ളാഹു ആ രൂപത്തിൽ വർഗീയതകളില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ, കലുഷിതമായ അന്തരീക്ഷങ്ങളില്ലാതെ ഈ ലോകത്ത് ജീവിച്ച് മരണപ്പെടാൻ ഈ നാട്ടുകാരായ നമുക്കും നമ്മുടെ പരിചയക്കാർക്കും നമ്മുടെ കൂട്ടുകുടുംബാദികൾക്കും ജല്ല ജലാലായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാഷണ വാക്കുകൾക്ക് താൽക്കാലിക വിട കുറിക്കുകയാണ്. അള്ളാഹു നമ്മുടെ സദസ്സ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെറിയ ഒരു ദുആ ചെയ്ത് നമുക്ക് പിരിയാം ഇൻഷാ അല്ലാഹ്. ഒരു ചെറിയ 3 സ്വലാത്ത് ചൊല്ലി നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ വനാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാതികൽ മുസ്തഖീം സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസ്വഹാബിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. ചോദിച്ചാൽ എന്തെങ്കിലും പിരിവോ മറ്റോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവൻ പിരിവൊന്നും ഇല്ലാന്ന്. ആയിക്കോട്ടെ, ധാരാളം ആളുകൾ ഇതുവരെ കൊടുത്തു സഹായിച്ചു എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു.
ഇപ്പൊ സുബൈദ പുത്തൻ വീട് ഒരു ജോഡി കമ്മൽ മനസ്സിലെ ഉദ്ദേശം ഹാസിലാകാൻ അള്ളാഹുവേ നീ അവരുടെ ഉദ്ദേശം കബൂലാക്കി കൊടുക്കണേ അല്ലാഹ്. റബ്ബേ നിന്നെക്കുറിച്ച് നിന്റെ ഇഷ്ടത്തെക്കുറിച്ച് പ്രണയത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾ ഒരുപാട് പറഞ്ഞു കേട്ട സദസ്സാണ്. ഈ സദസ്സിന്റെ ഹുറുമത്ത് പവിത്രത മുൻനിർത്തി നിന്നോട് തേടുകയാണ്. അവരുടെ ഉദ്ദേശം എന്തോ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. റബ്ബേ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. മഹാനായ ഖാജ ദുഈറുദ്ദീനുൽ ജിസ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ നാമധേയത്തിൽ ഇവിടെ ഒരുമിക്കും. ആ ബഹുമാനപ്പെട്ടവരുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് ആ പാവ മാതാവിന്റെ ആ പെങ്ങളുടെ ആ സഹോദരിയുടെ ഉദ്ദേശം നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. ബി ബറക്കത്തി യാ സുഹാബിൽ ബദരിയ്യ. അല്ലാഹുമ്മ സല്ലി സ്വലാതൻ കാമിലതൻ വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദ്. الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما داما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. അൽഹംദുലില്ലാ, വളരെ നല്ല സദസ്സായിരുന്നു. വളരെ ഉദ്ദേശിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. നല്ല മൈക്ക് സെറ്റ്, നല്ല മൈക്ക് സെറ്റ്, തൊണ്ടയടയ്ക്കാതെ ഇതുവരെ പ്രസംഗിച്ചിട്ടും ബുദ്ധിമുട്ടൊന്നും തോന്നാതെ പറയാൻ കഴിഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് വേദികളൊക്കെ എത്തിച്ചു കൊടുക്കട്ടെ. നമ്മളെ പ്രിയപ്പെട്ട ഈ മൈക്കിന്റെ ഓണർ, അതിന്റെ തൊഴിലാളികളായി പണിയെടുക്കുന്നവർ, എല്ലാ ദിവസവും അള്ളാഹു നല്ല നിലക്കുള്ള ജോലികൾ, സദസ്സുകൾ അവരിലേക്ക് എത്തിച്ചു കൊടുത്ത് അവരെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആയിരക്കണം. മടിയും അലസതയും ഒക്കെ മാറ്റിവെച്ച് ദുആ സ്വീകരിക്കപ്പെടുമെന്ന ലക്ഷ്യത്തോടെ എന്തായാലും രാത്രി നമ്മൾ ദുആയിരക്കുക. നല്ല ആത്മാർത്ഥമായിട്ട് ഞാനും നിങ്ങളും റബ്ബിലേക്ക് തേടണം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. اللهم صل على محمد وعلى آل سيدنا ومولانا محمد واغفر وارحم آباءنا وأمهاتنا وأساتذتنا وجميع المؤمنين والمؤمنات والمسلمين والمسلمات. അർഹമുർറഹീമായ കരുണക്കടലായ ദയാലുവായ രാജാതിരാജനായ തമ്പുരാനെ, ഞങ്ങളെ ഈ സദസ്സ് സ്വീകരിക്കണേ അല്ലാഹ്. പറഞ്ഞതെല്ലാം ജീവിതത്തിൽ പകർത്താൻ എനിക്കും ഈ ഇരിക്കുന്നവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബേ, ഇവിടെ ആണ്ട് നടക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും സഹകരിച്ചവർ, സഹായിച്ചവർ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഒരുപാട് ഭക്ഷണത്തിന് വേണ്ടിയുള്ള സാമഗ്രികളെല്ലാം ഇവിടെ എത്തിച്ചവർ, സംഭാവന കൊടുത്തവർ, ദുനിയാവിലും നാളെ ആഖിറത്തിലും അവരെ കരം നീ പിടിക്കണേ അല്ലാഹ്. തകർത്തിക്കളയല്ലേ അല്ലാഹ്. അവരുടെ മക്കളെ നന്നാക്കണേ തമ്പുരാനെ. സ്വാലിഹീങ്ങളായ സന്താന പരമ്പരകളെ നൽകണേ അല്ലാഹ്. കുടുംബജീവിതം ഐശ്വര്യത്തിലാക്കണേ അല്ലാഹ്. അവരുടെ വ്യക്തി ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അവരുടെ തൊഴിലിലും ഉപജീവന മാർഗങ്ങളിലും ഖൈറിന്റെയും ബറക്കത്തിന്റെയും സലാമത്തിന്റെയും കവാടങ്ങളെ തുറന്നു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, കഷ്ടനഷ്ടത്തിലാക്കി അവരെ പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹ്. നീ അവരെ ഒരു കൈയും നീട്ടി സ്വീകരിക്കണേ തമ്പുരാനെ. റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, ഞങ്ങളെ ഭാര്യ സന്താനങ്ങൾ, സഹോദരി സഹോദരന്മാർ, വേണ്ടപ്പെട്ടവർ, കൂട്ടുകുടുംബാദികൾ എല്ലാവരുടെയും തെറ്റുകുറ്റങ്ങൾ പുറത്തു തരണേ
തരണയല്ലാ. തൗബ കൊണ്ട് ജീവിതം ധന്യമാക്കാൻ അവർക്കും ഞങ്ങൾക്കും ഭാഗ്യം തരണയല്ലാ. വൃത്തി ജീവിതത്തിന്റെ അടിസ്ഥാനമാക്കാൻ തൗഫീഖ് തരണയല്ലാ. ആ രൂപത്തിൽ ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ എന്ന് ഞാനിന്ന് പറഞ്ഞ വിഷയത്തിൽ അധിഷ്ഠിതമായി കടന്നു വരുന്ന പ്രണയം നിന്നിൽ നിന്ന് സ്വായത്തമാക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട് നാഥാ. റബ്ബേ, കച്ചവടങ്ങൾ പലരും നഷ്ടത്തിലാണ്, ലാഭം നൽകണയല്ലാ. മറ്റു പല നിരക്കുള്ള സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ട് റബ്ബേ. ഞങ്ങൾ കടത്തിലാണ്, ഞങ്ങൾ പലിശ ഇടപാടുകളിൽ പെട്ടുപോയിട്ടുണ്ടല്ലോ. വിട്ടുമാറാത്ത കടങ്ങൾ കടത്തിന്റെ മേൽ കടങ്ങളായി പെരുകുന്നുവല്ലോ. റബ്ബേ, ഞങ്ങളുടെ കടങ്ങൾ തീർക്കാനുള്ള വഴികൾ മഹാനായ ഹാജാ മുഈൻ തങ്ങളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളിലേക്ക് തുറന്നു തരണേ അല്ലാ. റബ്ബേ, കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ലേ തമ്പുരാനെ. കടം പേറി മരിക്കേണ്ട ഗതികേട് തരല്ലേ അല്ലാ. പലിശയിൽപ്പെട്ട് മരിക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. ഞങ്ങളെ മക്കളെ ദാരിദ്ര്യത്തിലാക്കല്ലേ അല്ലാ. ഞങ്ങളെ ജീവിതം ദാരിദ്ര്യത്തിലാക്കല്ലേ അല്ലാ. സലാമത്ത് നൽകണേ തമ്പുരാനെ. വഴികൾ തുറന്നു തരണേ അല്ലാ. ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികൾ പലരും ജോലിയില്ലാതെ നിൽക്കുകയാണ്. ഖ്വാജാ തങ്ങളെ ബറക്കത്ത് കൊണ്ട്, മുഹീദ്ദീൻ തങ്ങളെ ബറക്കത്ത് കൊണ്ട്, സുഹാബുൽ ബദറിന്റെ ബറക്കത്ത് കൊണ്ട്, സിഎം വലിയുള്ളാന്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നല്ല അവർക്ക് അനുയോജ്യമായ തൊഴിലുകൾ അവരിലേക്ക് എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നുള്ള പ്രവാസികളായ സഹോദരങ്ങള് റബ്ബേ, അവരെ നീ സ്വീകരിക്കല്ലാ. അവരുടെ കഷ്ടപ്പാടിന് ആഖിറത്തിൽ വലിയ പ്രതിഫലം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരും പ്രവാസികളാണ് റബ്ബേ. നല്ല മനസാക്ഷിയുള്ള അറബികളെ നൽകണേ തമ്പുരാനെ. ദുഷ്ടന്മാരായ കഫീലുമാരെ നൽകല്ലേ അല്ലാ. അവരുടെ കഷ്ടപ്പാടുകൾ കരുതി വരുത്തുമെന്നോണം നല്ല സമ്പാദ്യമുണ്ടാക്കി സ്വന്തം നാട്ടിൽ വന്ന് സെറ്റിലാവാൻ അവർക്ക് ഭാഗ്യം കൊടുക്കല്ലാ. അതിനുള്ള സമ്പത്ത് അവരിലേക്ക് എത്തിച്ചു കൊടുക്കല്ലാ. റബ്ബേ, ഞങ്ങൾ പല നിലയ്ക്കും ആരോഗ്യപരമായി പിന്നോക്കാവസ്ഥയിലാണ്. ഞങ്ങൾ പല നിലയ്ക്ക് ബുദ്ധിമുട്ടിലാണ്. ചെറുതും വലുതുമായ പല രോഗങ്ങളും ഞങ്ങളെ വേട്ടയാടുകയാണ്. തലവേദനകൾ, നടുവേദനകൾ, മുട്ടുവേദനകൾ, സന്ധിവേദനകൾ, നട്ടെല്ലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഹൃദയരോഗങ്ങൾ, തലച്ചോറുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ, അതുപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ക്യാൻസർ രോഗികൾ, മാറാ രോഗം പേറി ജീവിക്കേണ്ടി വന്നവര് അല്ലാ, ഞങ്ങൾക്കും അവർക്കും ശമനം തരണേ തമ്പുരാനെ. ശമനം നീ നൽകല്ലാ. ആജിലും ആജിലുമായ നിലയ്ക്ക് മേൽ പറയപ്പെട്ട മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് ശിഫായിലേക്ക് അടുപ്പിക്കണേ റഹ്മാനെ. ഈമാനോടെ ഇസ്സത്തോടെ ജീവിച്ച് ഈമാനോടെ ഇസ്സത്തോടെ ലോകത്ത് നിന്ന് വിട പറയാൻ ഞങ്ങൾക്കെല്ലാം തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളെയും ഞങ്ങളെ കുടുംബാദികള്, ഭാര്യമാര്, ഭർത്താക്കന്മാര്, സന്താനങ്ങള് മഹ്ശറിന്റെ മണ്ണിൽ വെച്ച് വേർപിരിയേണ്ടുന്ന അവസ്ഥയെ തൊട്ട് കാക്കണമല്ലാ. ഒരു കൂട്ടര് സ്വർഗത്തിലേക്കും ഒരു കൂട്ടര് നരകത്തിലേക്കും വിളിക്കപ്പെടുമ്പോ സ്വർഗവാസികളുടെ പട്ടികയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അവരെയും ഉൾപ്പെടുത്തണേ അല്ലാ. മഹ്ശറിന്റെ മണ്ണിൽ മുത്തിന്റെ ശഫാഅത്ത് തരണേ തമ്പുരാനെ. നിന്റെ കരുണ കൊണ്ട് സ്വർഗം ഞങ്ങൾക്ക് തരണേ അല്ലാ. റബ്ബേ, ഇത്രയും നേരം സംസാരിച്ചതിന്റെ ഫലമായി തൊണ്ടടപ്പ് നൽകല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, സേവന മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ നാളെയും തുടർന്നു വരുന്ന ദിവസങ്ങളിലും ചെയ്യാനുള്ളതാണ്. തൊണ്ടയടപ്പിച്ച് കളയല്ലേ അല്ലാ. ഒച്ചയടപ്പ് നൽകല്ലേ അല്ലാ. തൊണ്ട നല്ല റാഹത്തിലാക്കി തരണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഉപജീവന മാർഗങ്ങളിൽ, അവരുടെ തൊഴിലുകളിൽ, അവരുടെ ജീവിത മേഖലകളിൽ ബറക്കത്ത് നൽകല്ലാ. കച്ചവടം ചെയ്യുന്നവരുണ്ട്, മറ്റ് ബിസിനസ്സുകളിൽ ഏർപ്പെട്ടവരുണ്ട്, മറ്റ് കൂലിപ്പണിക്ക് പോകുന്നവരുണ്ട്, തടിപ്പണിക്ക് പോകുന്നവരുണ്ട്, മീൻകച്ചവടത്തിന് പോകുന്നവരുണ്ട്, പല വ്യത്യസ്ത മേഖലകളിൽ പണിയെടുക്കുന്നവരാണ് തമ്പുരാനെ. ഗൾഫിൽ നിൽക്കുന്നവരുണ്ട്, അവരുടെ തൊഴിലുകളിൽ ബറക്കത്ത് നൽകല്ലാ.
ഉപജീവനത്തിൽ ഹലാലായ മാർഗത്തിലൂടെയുള്ള വരുമാനത്തിലും വർധനവ് നൽകണേ അല്ലാ, വർധനവ് നൽകണേ അല്ലാ, വർധനവ് നൽകണേ അല്ലാ. പ്രത്യേകിച്ചും ഈ സദസ്സിനെ സഹായിച്ചവർ, ഇവിടെ ഭക്ഷണങ്ങൾ എത്തിച്ചവർ, അവർക്ക് ചോദിച്ചതൊക്കെ നൽകണേ അല്ലാ. ഞങ്ങളെ ദുആ ഏറ്റെടുക്കണേ നാദാ, സ്വീകരിക്കണേ തമ്പുരാനെ. പശ്ചാത്താപത്തോടെ നിന്റെ മുന്നിൽ നീട്ടിയ കരങ്ങള്, ഞങ്ങളെ പാപങ്ങൾ പുറത്തു നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലി വസല്ലിം അലാ നബി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. സല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. أوصيكم بالدعاء. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. അൽഹംദുലില്ലാഹ്. വളരെ പ്രസക്തമായ വിഷയങ്ങൾ വേണ്ടതുപോലെ നമ്മുടെ മുമ്പിൽ പറഞ്ഞു തന്നു. അല്ലാഹു തആല ആ ഇൽമിന് ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ആ തൊണ്ടയ്ക്ക് അല്ലാഹു തആല എല്ലാവിധ റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബ് 313 രൂപ വാപ്പാക്ക് വേണ്ടി ദ്വാരക്കാൻ. മരണപ്പെട്ടുപോയ പിതാവിനും സഹോദരങ്ങൾക്ക് വേണ്ടി ദ്വാരക്കാൻ. അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ഈ മജ്ലിസിനെ അല്ലാഹു അവർക്ക് നേരം പോക്കാക്കി ആ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് നാളെ ളുഹർ നിസ്കാരാനന്തരം വളരെ വലിയ ദുആയ്ക്ക് ഇജാബത്തുള്ള അജ്മീർ റാത്തീബ് നടക്കുകയാണ്. രോഗങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ നമുക്കുണ്ട്. ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ നമ്മൾ വീടുകളിലൊക്കെ വെറുതെ ഇരിക്കുന്നവരാണ്. കഴിവിന്റെ പരമാവധി നമ്മുടെ മജ്ലിസിൽ വന്ന് പങ്കെടുത്ത് നല്ല റാഹത്തായ മജ്ലിസാണ് അജ്മീർ റാത്തീബ്. എല്ലാവരും വന്ന് പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. 4 മണിക്ക് ഇൻഷാ അല്ലാഹ് അസ്ർ നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മുടെ ദുആ മജ്ലിസ് ആരംഭിക്കും. മഹാനായ ശൈഖുന ഏരൂർ ഉസ്താദ് നമ്മുടെ ഇവിടെ എത്തും. ഉത്ബോധനവും ദുആയും മഗ്രിബിന് മുമ്പ് ഇൻഷാ അല്ലാഹ് നമുക്ക് അന്നദാനം കൊടുത്തുകൊണ്ട് പിരിയണം. എല്ലാവരും കൃത്യമായി എല്ലാ പരിപാടിയിലും പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. വഞ്ചികൾ എത്താത്ത വീടൊക്കെ ഇൻഷാ അല്ലാഹ് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇനി ആരെങ്കിലും വീടുകൾ വഞ്ചികൾ ഇരിപ്പുണ്ടെങ്കിൽ അത് തിരിച്ച് കൊണ്ടുവന്ന് ഏൽപ്പിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. തന്നവർക്കൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ ശൈഖുന നമുക്ക് വേണ്ടി ദുആരക്കും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നാളെ എല്ലാ കാര്യങ്ങളും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തി ഈ മഹത്തായ പ്രഭാഷണത്തിന് സമാപന നന്ദി പറയുവാൻ വേണ്ടി നമ്മുടെ ഈ പള്ളിയുടെ വർക്കിംഗ് സെക്രട്ടറിയും എല്ലാ കാര്യങ്ങൾക്കു വേണ്ടി ഓടി നടക്കുന്ന മുഹമ്മദ് റാഫിയെ ക്ഷണിക്കുന്നു. റാഫിക്ക് വേണ്ടി ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.